ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 കർമ്മയോഗം. അതിലെ 24 25 ശ്ലോകങ്ങളാണ്. 24ാമത്തെ ശ്ലോകം. ഉത്സീദേയൂരിമേ ലോകാ ന കുര്യാം കർമ്മ ചേദഹം സംകരസ്യ ച കർത്താ സ്യാമുപഹന്യാമിമാ പ്രജാം. ഉത്സീദേയൂരിമേ ലോകാ ന കുര്യാം കർമ്മ ചേദഹം സംകരസ്യ ച കർത്താ സ്യാമുപഹന്യാമിമാ പ്രജാം. ഉത്സീയ ഉത്സീദേയൂരിമേ ലോകാ ന കുര്യാം കർമ്മ ചേദഹം സംകരസ്യ ച കർത്താ സ്യാമുപഹന്യാമിമാ പ്രജാം. ഹരേ കൃഷ്ണ. മാതാജി എന്ന് വായിക്കുമോ? വായിക്കാം. ഉത്സീദേയൂരിമേ ലോകാ ന കുര്യാം കർമ്മ ചേദഹം സംകരസ്യ ച കർത്താ സ്യാമുപഹന്യാമിമാ പ്രജാ. ഹരേ കൃഷ്ണ. അപർണ മാതാജി. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപത തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. അഹം ഞാൻ കർമ്മ നിയത കർത്തവ്യത്തെ ന കുര്യാം ചെയ്യുകയില്ലെങ്കിൽ ഇമേ ലോക ഈ ലോകങ്ങൾ ഉത്സീ ദേയുഹ നശിച്ചു പോകും. സംകരസ്യ ഞാൻ വർണ്ണസങ്കരത്തിന് കർത്ത കർത്താവായി സ്യാം ഭവിച്ചുകൊണ്ട് ഇമ പ്രജ ഈ പ്രജകളെ ഉപഹന്യാം ച ഞാൻ നശിപ്പിക്കുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ജയ ശ്രീല പ്രഭുപാദ്. ഞാൻ കർത്തവ്യം നിർവഹിക്കാതിരുന്നാൽ ഈ ലോകങ്ങളെല്ലാം നാശമടയും. അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് ഞാൻ കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം ഇവിടെ ഭഗവാൻ പറയുവാണ്, ഭഗവാൻ കർത്തവ്യം ചെയ്യാതിരിക്കുന്നു കഴിഞ്ഞാൽ ഭഗവാന് ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു പ്രവൃത്തിയും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ അതിനെല്ലാം ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്, അല്ലെ? ഓരോ കർമ്മങ്ങളും ഭഗവാൻ വെറുതെ ഇരുന്നാൽ മതി, ഭഗവാൻ അതെല്ലാം ചെയ്യാനായിട്ട് അതിന്റെ ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാരം അങ്ങനെയുള്ള 3 പ്രവൃത്തികളാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെ? ഈ സൃഷ്ടി ആദ്യമേ തന്നെ അത് സൃഷ്ടി നടത്തണം. സൃഷ്ടിയുടെ എത്രയാ ഒരുപാട് മൂലകങ്ങള് ബ്രഹ്മദേവനെ സൃഷ്ടി നടത്താനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭഗവാൻ എന്ത് ചെയ്യണം? അതിന് ഇൻഗ്രീഡിയൻസ് മുഴുവൻ കൊടുക്കണം. നമ്മളിപ്പോ ഒരു സാമ്പാറാണ് വെക്കാൻ പോകുന്നതെങ്കിൽ അതിന്റെ കഷ്ണങ്ങൾ അരിഞ്ഞ് അതിന്റെ മസാല, അതിന്റെ എല്ലാ പൊടികളും സർവ്വ സാധനങ്ങളും കൊടുത്തിട്ട് ഇത് ഇങ്ങനെയാണ് കൂട്ട് ചെയ്യണമെന്ന് ഒന്ന് ഇളക്കി ചേർത്താൽ മാത്രം മതി ബ്രഹ്മദേവന്. അപ്പൊ അതുപോലെ 26 ഘടകങ്ങളെ കൊടുത്തിരിക്കുകയാണ് ഭൗതിക പ്രകൃതിയിൽ. 26 ഘടകങ്ങളെ ഭഗവാന്റെ 24 മൂലകങ്ങളെയും ഭഗവാന്റെ അംശമായ പരമാത്മാവൂടെ കൂടി വന്നിട്ടാണ് ഒരു സൃഷ്ടി കംപ്ലീറ്റ് ആകുന്നത്. അതായത് പഞ്ചഭൂതങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, പിന്നെ എന്താണ് കാലം, അതുപോലെ തന്നെ ജീവാത്മാവ്, പരമാത്മാവ്, അങ്ങനെ 26 ടൈം അടക്കം ഇനി 26 സംഭവങ്ങൾ വെച്ചിട്ടാണ് ഒരു സൃഷ്ടി നടക്കുന്നത്. അപ്പൊ ഭഗവാനാണ് ഈ സൃഷ്ടിക്കുള്ള ഇൻഗ്രീഡിയൻസ് മുഴുവൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ സൃഷ്ടി ഭാഗവതത്തിലാണ് കൂടുതലായിട്ട് സൃഷ്ടിയെ പറ്റി പറയുന്നത്. ശ്രീമദ് ഭാഗവതത്തിലാണ് പറയുന്നത്. അപ്പൊ ഈ സൃഷ്ടിയെ പറ്റി നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അത് വളരെ ബൃഹത്തായ സബ്ജക്റ്റാണ്. അപ്പൊ ആ ബ്രഹ്മദേവനെ ഇതിനു വേണ്ടിയിട്ട് ഭഗവാൻ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ബ്രഹ്മദേവൻ എന്താണ്, എവറി ടേംസ് ഉണ്ട്. അപ്പൊ നമ്മൾ പ്രധാനമന്ത്രി, മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞ പോലെ 5 വയസ്സ് കഴിയുമ്പോഴത്തേന് അവർ മാറുമല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ ഈ ബ്രഹ്മദേവന് 100 വയസ്സാണ് ആയുസ്. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ബ്രഹ്മദേവൻ വരും. അടുത്ത ബ്രഹ്മദേവനാകാനായിട്ട് ക്വാളിഫൈ ആയിട്ടുള്ള ഒരാള് ഉണ്ടാകണം. അപ്പൊ ഇതേപോലെ തന്നെ സ്ഥിതി ചെയ്യുന്നത് ഭഗവാൻ എന്താണ്, മഹാവിഷ്ണുവിന്റെ രൂപത്തിൽ വന്നിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ പരിപാലനം ചെയ്യുന്നത്. അങ്ങനെ ആ മഹാവിഷ്ണു തന്നെ എത്ര തരം മഹാവിഷ്ണു ഉണ്ട്, അത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകത്തില്ല. ക്ഷീരോദശ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ആ മഹാവിഷ്ണു തന്നെ ക്ഷീരോദശകായ വിഷ്ണു, കാരണോദശകായ വിഷ്ണു, പിന്നെ ഗർഭോദശകായ വിഷ്ണു എന്നൊക്കെ പറഞ്ഞ വിഷ്ണു ഉണ്ട്. അത് പുരുഷാവതാരങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെ ബൃഹത്തായ സബ്ജക്റ്റാണ് അത്. സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പിന്നെ സംഹാരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ രുദ്രന്മാരെ നിയമിച്ചിരിക്കുകയാണ്. അതായത് മഹാദേവനെ നിയമിച്ചിരിക്കുകയാണ് സംഹാരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഈ പറയുന്ന സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള്
ഒന്നും നടന്നില്ല എങ്കിൽ ഈ ലോകത്തില് ഉം, ഈ ലോകങ്ങളെല്ലാം നശിച്ച് പല സൃഷ്ടി മാത്രമേ നടന്നുകൊണ്ടുള്ളൂ. ജീവജാലങ്ങളെല്ലാം ഈ സൃഷ്ടിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതിയിലെ വിഭവങ്ങളെല്ലാം തീർന്നു പോകും. അതായത് ഈ ജീവജാലങ്ങള് സസ്യഭുക്കുകളായിട്ടുള്ള ജീവജാലങ്ങൾ ഇങ്ങനെ പെരുകുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അവര് എന്താ പറഞ്ഞ ആന അതുപോലെയുള്ള ജീവജാലങ്ങളൊക്കെ കാണാൻ നമുക്ക് ഇപ്പൊ കാണാം. അട്ടപ്പാടി അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഈ മൃഗങ്ങളൊക്കെ അവർ വനത്തിലൊന്നും കഴിക്കാനില്ലാത്ത കാരണം എന്ത് ചെയ്യും? ഈ കാട്ടുപോത്തും അതുപോലെ തന്നെ പന്നിയെല്ലാം അതുപോലെ തന്നെ പുലി ഇതുപോലുള്ള എല്ലാ സംഭവങ്ങളും നാട്ടിൻപുറത്തേക്ക് ഇറങ്ങുവാണ് അല്ലെ. ആടിനെയൊക്കെ പിടിച്ച് തിന്നുകയാണ്. നമ്മുടെ കൃഷി മുഴുവൻ നശിപ്പിക്കുന്നു പന്നി വന്ന്. അത് എന്തെല്ലാം സംഭവങ്ങളാണ് നടക്കുന്നത് അല്ലെ. വനത്തിലൊന്നും തന്നെ ഇല്ല. അപ്പൊ അവര് നാട്ടിൻപുറത്തേക്ക് ഇറങ്ങും. എന്ന് പറഞ്ഞ പോലെ ഈ ഒരേ വിഭാഗത്തിൽപ്പെട്ട ജീവജാലങ്ങളുടെ ആ ഒരു ആധിക്യം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന അവർക്ക് കഴിക്കാനായിട്ടുള്ള സാധനങ്ങളുടെ സാമഗ്രികൾ കുറയുന്നു. അപ്പം ഈ ഈ മൃഗങ്ങളുടെ കാര്യമൊക്കെ ആരെങ്കിലും പരിപാലിക്കാനോ നോക്കി നടത്താനുണ്ടോ? ഇല്ല. ഭഗവാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് അല്ലെ. ജീവോ ജീവസ്യ ജീവാനാം എന്ന് ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ആ, സമയത്ത് എന്ത് ചെയ്യുന്നു? സസ്യബുക്കുകളുടെ ആധിപത്യം ഉണ്ടാകുമ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന മാംസബുക്കുകളായിട്ടുള്ള ജീവജാലങ്ങളെ ജന്തുക്കൾ എന്ത് ചെയ്യുന്നു? അവരുടെ എണ്ണം കൂട്ടുന്നു. അപ്പൊ ഇത് നിയന്ത്രണാതീതമാണ് അല്ലെ. നമുക്കറിയാം ആ, വനത്തിലൊക്കെ നമ്മൾ ആരും വൃത്തിയാക്കാനോ അടിച്ചു വാരാനോ മുനിസിപ്പാലിറ്റിക്കാരൊന്നും ഇല്ല. ഇതെല്ലാം പ്രകൃതിയുടെ ആ ഒരു നിയമത്തിന്റെ ഇതിൽ പോവുകയാണ് അല്ലെ ചെയ്യുന്നത്. ഒരു ജീവിയുടെ വിസർജ്യം ഒന്നുകിൽ വളമായി മാറുന്നു, അല്ലെങ്കിൽ മറ്റൊരു ജീവി അത് ഭക്ഷിക്കുന്നു. ഏതെങ്കിലും ആ, ഒരു സിംഹമൊക്കെ ഒരു മാനിനെയൊക്കെ കൊന്നെങ്കിൽ അതിന്റെ അവശിഷ്ടം അവിടെ കിടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? കഴുകൻ, പരുന്ത് അതുപോലെ തന്നെ കുറുക്കൻ ഇതൊക്കെ വന്നിട്ട് അതിന്റെ ഒരു പൊടി പോലും ഇല്ലാതെ അവിടുന്ന് അത് പ- അവിടുന്ന് ഭക്ഷിച്ചു, അവിടെ വൃത്തിയായി അല്ലേ. ആ, അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രകൃതിയിലെ കാര്യത്തില് നമുക്ക് യാതൊന്നും നോക്കണം. പ്രകൃതി തന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യും. അതായത് ഏതെങ്കിലും ഒരു ജീവജാലങ്ങൾ ഇങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ മാംസബുക്കുകൾ ഒരുപാട് കൂടി സസ്യബുക്കുകളുടെ ഇത് കുറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു വൈറസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അണുക്കളെ വിട്ട് അവർക്ക് അസുഖം വന്ന് അവര് മരിച്ചു പോകുന്നു. അപ്പൊ ഇത് സന്തുലനാവസ്ഥയെ നിർത്താണ്ട് അറിയാം. അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം വന്നു, പ്രളയം വന്നു, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഭഗവാൻ അതിനെ നിയന്ത്രിക്കും. അല്ലെങ്കിൽ പ്രകൃതിക്ക് അതിന് പൂർണ്ണമായിട്ടുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ്. പ്രകൃതിയുടെ അധിപതി ദേവതയാണ് ദുർഗാദേവി. അപ്പൊ ദുർഗാദേവിക്ക് ഇതിന് ഭഗവാൻ അധികാരം കൊടുത്തിരിക്കും, സ്വതന്ത്ര അധികാരം കൊടുത്തിരിക്കുകയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഭഗവാൻ ഓരോരുത്തരെയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ അത് വേണ്ട രീതിയിൽ ഉം, ചെയ്യാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അനാവശ്യമായ ജനപ്പെരുപ്പത്തിന് കാരണമായി തീരും. അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടും. അങ്ങനെ ഉം, ഭഗവാൻ ഈ പ്രകൃതിയിൽ ചെയ്തിരിക്കുന്ന പ്രകൃതിയുടെ ഈ റൂൾസ്, അതായത് നമ്മൾ ഭൂമിയൊക്കെ അനാവശ്യമായിട്ട് ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? വലിയ ഭൂകമ്പങ്ങളും പ്രളയങ്ങളും ദുരിതങ്ങളും എല്ലാം ഉണ്ടാകും. സുനാമി വന്നത് കണ്ടില്ലേ? എത്ര പേരുടെ ജീവൻ എടുത്തു. അതുപോലെ തന്നെ ഇപ്പൊ ഉരുൾപൊട്ടിയത് കണ്ടില്ലേ? അപ്പൊ ഉരുൾപൊട്ടിയതിന്റെ കാരണം എന്താണ്? അനാവശ്യമായി ഒരുപാട് നിർമ്മിതികൾ അവിടെ വന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഈ പശ്ചിമഘട്ട മേഖലകളൊക്കെ തന്നെ ഭയങ്കര എന്നാ ശോഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ, വലിയ വലിയ കോളേജുകളും അങ്ങനെ ഈ മലഞ്ചെരുവിലും ഒക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ വെള്ളത്തിന്റെയൊക്കെ സ്രോതസ് ഒഴുക്കൊക്കെ തടസ്സപ്പെടുത്തി അതെല്ലാം ബന്ധിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കിനും എന്താണ് സംഭവിക്കുന്നത്? ഇതെല്ലാം കൂടെ സ്വരൂപിച്ചിട്ട് അത് ഉരുൾപൊട്ടലായിട്ട് ഭവിക്കുന്നു. അപ്പോൾ ഉരുൾപൊട്ടൽ വരുമ്പോഴത്തേക്കും നല്ല സാത്വികരായ ആൾക്കാർക്കും താമസികരായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഒരുപോലെ പറ്റുന്നു. ഒരു പ്രത്യേക ആൾക്കാരെ മാത്രം തെരഞ്ഞു പിടിച്ചിട്ട് എന്നാ അവരുടെ വീട് ഒഴിവാക്കിയേക്കാന്ന് വെക്കത്തില്ല. നല്ല ആൾക്കാരെ, മോശം ആൾക്കാരെ എല്ലാവരും. ഒരു പ്ലെയിൻ അപകടം ഉണ്ടായാൽ അതിൽ 50% ആൾക്കാരെ നല്ലതായിരിക്കാം, 50% മോശമായിരിക്കാം. പക്ഷെ അത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നു അല്ലെ ആ ഒരു സമയത്ത്, സാഹചര്യത്തിൽ. പക്ഷെ നമ്മള് ഈ ശരീരത്തെ പറ്റി അല്ല ശരിക്കും നോക്കേണ്ടത്, പക്ഷെ അതിന്റെ ആത്മാവ് എവിടെയാണ് പോകേണ്ടതെന്ന് ആത്മാവ് അതിന്റെ ചെല്ലാനായിട്ട് ചെയ്യുന്നത്. നല്ലവരായിട്ടുള്ള ആൾക്കാർക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് ആ ചെല്ലേണ്ട സ്ഥലത്തെത്തും. അല്ലാത്തവര് വീണ്ടും ജനിക്കേണ്ടി വരും. ഇതാണ് അവസ്ഥ. അപ്പൊ നമ്മള് ഈ ഭൗതിക പ്രകൃതിയിൽ ഈ നോക്കി കാണുന്ന കാര്യങ്ങളെ അതിനെ നേരെ ചൊവ്വെ നോക്കി കാണുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ പറയുന്ന നമ്മൾക്ക് ആ ഒരു വിഷമത്തിന്റെ ആവശ്യമില്ല. നമ്മളൊരു സ്ഥിതപ്രജ്ഞനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് നേരെ നോക്കി കാണാൻ പറ്റുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ ജീവജാലങ്ങൾക്കെല്ലാം സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഭഗവാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തില്ല എങ്കിൽ. അങ്ങനെ ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആൾക്കാര് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. മാതാജി അതിന്റെ ആ ഒരു വിവർത്തനം ഭാവ ഭാവാർത്ഥം ഒന്ന് വായിച്ചേക്കാമോ? വായിക്കാം. സമൂഹത്തിന്റെ സമാധാനം ഭഞ്ജിക്കുന്ന അനാവശ്യമായ ജനപ്പെരുപ്പമാണ് വർണ്ണസങ്കരം. ജനങ്ങളെ സ്വാഭാവികമായി തന്നെ സമാധാനപ്രിയരും ആധ്യാത്മിക പുരോഗതിക്ക് അനുയോജ്യമായ വിധം സംഘടിതരുമാക്കുന്ന ചിട്ടകളും നിബന്ധനകളും ഏർപ്പെടുത്തിയത് ഈ സാമൂഹ്യ അസ്വാസ്ഥ്യത്തെ തടയാൻ വേണ്ടിയാണ്.
ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുമ്പോൾ ഇത്തരം സുപ്രധാന അനുഷ്ഠാനങ്ങളുടെ ആവശ്യവും അതിന്റെ അന്തസ്സും പരിപാലിക്കുന്നതിന് സ്വാഭാവികമായും ഈ നിബന്ധനകൾ അനുസരിക്കുന്നു. സർവ്വ ജീവജാലങ്ങളുടെയും പിതാവാണല്ലോ ശ്രീ ഭഗവാൻ. നേരിട്ടല്ലെങ്കിൽ കൂടി ആ ജീവകോടികൾ വഴിപിഴച്ചു പോകുന്നതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ധാർമ്മിക നിയമങ്ങൾ പൊതുവെ അവഗണിക്കപ്പെടുമ്പോൾ ഭഗവാൻ അവതരിച്ച് സമൂഹത്തിന്റെ തെറ്റ് തിരുത്തുന്നു. ഭഗവാന്റെ കാൽപ്പാടുകൾ നോക്കി ആണെങ്കിലും നമുക്ക് അദ്ദേഹത്തെ അനുകരിക്കാനാവില്ലെന്ന് നാം മനസ്സിലാക്കണം. പിന്തുടരുന്നതും അനുകരിക്കുന്നതും ഒരുപോലെയല്ല. ശ്രീകൃഷ്ണ ഭഗവാൻ ബാല്യകാലത്ത് ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചു എന്ന് വെച്ച് നമുക്ക് അങ്ങനെ ചെയ്യുക സാധ്യമല്ല. അത് ഒരു മനുഷ്യന് അസാധ്യമാണ്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം, പക്ഷെ അദ്ദേഹത്തെ ഒരിക്കലും അനുകരിക്കേണ്ടതില്ല. ശ്രീമദ് ഭാഗവതം പറയുന്നു, നൈത അൽസമാചരേത് ജാതു മനസാ വിഹ്യനീശ്വര വിനശ്യത്യചരൻ മൗഢ്യാത് യഥാ രുദ്രോ വൃജിംവിഷം ഈശ്വരാണാം വചസത്യം തഥൈവാചരിതം ക്വചിത് തേഷാം യത്സവചയോ യുക്തം ബുദ്ധിമാൻ സത് സമാചരേത്. ഭഗവാന്റെയും അദ്ദേഹത്താൽ നിയുക്തമായവരുടെയും ഉപദേശങ്ങൾ അനുസരിക്കുകയെ ഒരാൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മുടെ നന്മയ്ക്കുതകുന്നതാണ് അവരുടെ ഉപദേശങ്ങൾ. ബുദ്ധിയുള്ളവർ അത് അതേപടി അനുസരിക്കും. പക്ഷെ അവരുടെ പ്രവർത്തികളെ അനുകരിക്കാൻ ശ്രമിക്കരുത്. പരമശിവനെ അനുകരിച്ച് സമുദ്രത്തിൽ നിന്നുളവായ വിഷം പാനം ചെയ്യാൻ ആരും തുനിഞ്ഞുകൂടാ. സൂര്യചന്ദ്രന്മാരുടെ ചലനങ്ങൾ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ആ ഈശ്വരന്മാരുടെ സ്ഥിതി നമ്മുടേതിനേക്കാൾ എത്രയോ ഉന്നതമാണെന്ന് നാം മനസ്സിലാക്കണം. മഹാശക്തന്മാരായ അവരെ അത്രത്തോളം കഴിവില്ലാത്ത നമ്മൾ എങ്ങനെ അനുകരിക്കും? ഒരു സമുദ്രത്തോളം തന്നെ വിഷം ശിവൻ കുടിച്ചു തീർത്തു. ഒരു സാധാരണ മനുഷ്യൻ അതിലൊരു തുള്ളി കുടിച്ചാൽ മരിച്ചത് തന്നെ. കഞ്ചാവ് മുതലായ ലഹരി പദാർത്ഥങ്ങളിൽ ആസക്തിയുള്ള ചില കപട ശിവഭക്തന്മാരുണ്ട്. ശിവന്റെ പ്രവൃത്തികളെ അനുകരിക്കുന്നത് കൊണ്ട് തങ്ങൾ മരണത്തെ വിളിച്ചു വരുത്തുകയാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ശ്രീകൃഷ്ണ ഭഗവാന്റെ ചില കപടഭക്തന്മാർ അദ്ദേഹത്തിന്റെ രാസലീലകളെ അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്നു. തങ്ങൾക്ക് ഗോവർദ്ധനോദ്ധാരണം സാധ്യമല്ലെന്ന് അവർ ഓർക്കാറില്ല താനും. പ്രാഭവശാലികളുടെ ഉപദേശങ്ങൾ അനുസരിക്കേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അവരെ അനുകരിക്കാൻ തുനിയാതിരിക്കുകയാണ് ഉത്തമം. അവരുടെ സ്ഥാനത്ത് വേണ്ടുന്ന യോഗ്യതയില്ലാതെ സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയുമരുത്. ഭഗവാന്റെ വൈഭവം ഉൾക്കൊള്ളാത്ത അനേകം കപട അവതാരങ്ങൾ ഇവിടെ കണ്ടുവരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളിവിടെ എന്താണ് കണ്ടത്? നമ്മൾ ഈ ഭൗതിക പ്രകൃതിയുടെ ഈ ശക്തികളെ നമ്മൾ അങ്ങനെ വെല്ലുവിളിക്കാനൊന്നും പോകരുത്. നമുക്ക് ഈ സയൻസോ ശാസ്ത്രമോ ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല നമ്മൾ ഈ പ്രകൃതി ശക്തികളെ അതിജീവിക്കാനുണ്ട്. ഒരു ഭൂകമ്പത്തെ ചെറുക്കാനായിട്ടുള്ള എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു വെള്ളപ്പൊക്കത്തെ ചെറുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? സുനാമിയെ ചെറുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? ഈ ശാസ്ത്രവും സയൻസും എത്ര അഡ്വാൻസ് ആയിട്ടും അവരിപ്പോ ചൊവ്വയിൽ പോകാനുള്ള, ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ പോകാനായിട്ടുള്ള പഠനങ്ങളും അതും ഇതൊക്കെയാണ്. ഇനി ചൊവ്വയിൽ പോയി വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ അവിടെ തുടങ്ങി അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ നാസ ഒക്കെ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചിലാണ്. പക്ഷേ ശ്രീല പ്രഭുപാദര് പല സ്ഥലത്തും പറയുന്നു, ഇങ്ങനെ ഉപരി ലോകങ്ങളിലേക്ക് നമുക്ക് ഒരു ജീവാത്മാവിന് ശരീരമുള്ള ഒരാൾക്ക് പോകാൻ സാധ്യമല്ല എന്ന്, ശാസ്ത്രം അനുസരിച്ചിട്ട്. പക്ഷെ ഇവരൊക്കെ പോകുന്നതും ഫോട്ടോ ഇടുന്നതും നീൽ ആംസ്ട്രോങ് ഒക്കെ പോയത് എവിടെയാണെന്ന് ചിന്തനീയമാണ്. കാര്യം നമ്മൾ സയൻസിൽ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ നിങ്ങളൊക്കെ പഠിച്ചു കാണും, നമ്മൾ നെപ്റ്റ്യൂൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഇപ്പൊ പറയുന്ന അതൊന്നും ഇല്ലാന്ന്. അപ്പൊ അന്ന് പഠിച്ചതൊക്കെ തെറ്റായിരുന്നോ? ഇപ്പൊ പറയുന്ന അങ്ങനത്തെ ഗ്രഹങ്ങളൊന്നും ഇല്ലാന്ന്. അപ്പം അത് ഈ ശരി. നമ്മളപ്പോ സയൻസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇവര് തെളിയിച്ചെന്ന് പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാണെന്ന് പിന്നീട് കാണുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇതിനൊക്കെ ആ ഒരു വ്യാപ്തി ഉണ്ട്, അതിലപ്പുറത്തേക്ക് നമുക്ക് പോകാനായിട്ട് സാധ്യമല്ല. അപ്പൊ ഇവിടെ നമ്മള് ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇപ്പൊ ഭഗവാൻ ചെയ്യുന്ന കർത്തവ്യങ്ങളൊക്കെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണല്ലോ ഈ ശ്ലോകത്തിന്റെ വിവർത്തനത്തിൽ നമ്മൾ കണ്ടത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തികളെ ഒന്നും നമുക്ക് ശ്രീരാമചന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തികളെ നമുക്ക് അനുകരിക്കാം. അദ്ദേഹം മര്യാദ പുരുഷോത്തമനായിരുന്നു, അല്ലെ? ശ്രീരാമചന്ദ്ര അതെ. ഭഗവാൻ മര്യാദ പുരുഷോത്തമനായിരുന്നു. അദ്ദേഹം ഒരു നല്ല പുത്രൻ എങ്ങനെയായിരിക്കണം, നല്ല രാജാവ് എങ്ങനെയായിരിക്കണം, നല്ല ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, എങ്ങനെ അന്നൊക്കെയുള്ള നല്ല സഹോദരൻ എങ്ങനെയായിരിക്കണം എന്നെല്ലാം നമുക്ക് പറഞ്ഞു തന്നു മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രൻ. നമുക്ക് അദ്ദേഹത്തെ അനുകരിക്കാൻ തീർച്ചയായിട്ടും. ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് അനുകരിക്കാൻ പറ്റത്തില്ല, അല്ലെ? അനുകരിക്കാൻ പറ്റാത്തതിന്റെ കാര്യം എന്താ? അദ്ദേഹം ചെയ്ത കാര്യങ്ങളൊന്നും ഒരാൾക്കും ചെയ്യാനായിട്ട് സാധ്യമല്ല. കാര്യം എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങള്? അദ്ദേഹം ഗോവർദ്ധന പർവ്വതം 7 വയസ്സുള്ള സമയത്ത് 7 ദിവസം ഇടത് കൈയുടെ ചെറു വിരൽ കൊണ്ട് 7 ദിവസം 24 hours into 7 ഉയർത്തിപ്പിടിച്ചു. നമ്മൾക്ക് ആർക്കെങ്കിലും സാധ്യമാകുമോ? ഇപ്പൊ കലിയുഗത്തിൽ നമ്മൾ കാണും ഒരുപാട് പേര് ഞാൻ ഭഗവാനാണെന്ന് പറഞ്ഞൊക്കെ നടക്കുന്ന ആൾക്കാർ.
അപ്പൊ അവരോടൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചാൽ മതി, അങ്ങനെയാണെങ്കിൽ ആ ഗോവർദ്ധന പർവ്വതം ഒന്ന് പോയി എടുത്തുയർത്തു എന്ന്. ഞാനിപ്പം വൃന്ദാവനത്തിൽ പോയിട്ടാണ് ഇപ്പം വരുന്നത്. വൃന്ദാവനത്തിൽ പോയ സമയത്ത് ഈ ഗോവർദ്ധന പർവ്വതം ഒന്ന് ചുറ്റി കറങ്ങാൻ 24 കിലോമീറ്ററാണ്. യു പിയിൽ രാജസ്ഥാനിലുമായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഈ തണുപ്പ് കാരണം നമുക്ക് ചുറ്റി കറങ്ങാൻ പറ്റും. നമ്മളൊരു ഓട്ടോയിലാണ് ചുറ്റിക്കറങ്ങിയത്. അപ്പോൾ ഒരു ഓട്ടോയെ തന്നെ എന്താണ് ഏകദേശം ഒരു മണിക്കൂറിൽ താഴെ അത്രയും ചുറ്റിക്കറങ്ങിയാലാണ് നമ്മൾക്ക് ഈ ഗോവർദ്ധന പർവ്വതം പരിക്രമം ചെയ്യാൻ പറ്റുന്നത്. അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഈ ഗോവർദ്ധന പർവ്വതം ഒക്കെ ഉയർത്താൻ സാധിക്കുമോ? ഭഗവാൻ പിന്നെ ചെയ്തൊരു പ്രവൃത്തിയുണ്ട്. ഭഗവാൻ വാ തുറന്നു കഴിഞ്ഞപ്പോൾ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും അതിൽ കണ്ടു. നമ്മൾ വാ പൊളിച്ച എന്താണ്, നമ്മുടെ വായിലുള്ള കുറെ വൃത്തികെട്ട പല്ലും അതും ഇതും കാണും, അല്ലെ? ആ, അല്ലാതെ എന്ത് കാണാൻ പ- പറ്റും? ഇങ്ങനെ പർവ്വതം അത് അന്നത്തെ പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോഴും? അതെ. ഗോവർദ്ധന പർവ്വതം, ഒരേ ഒരു കാര്യം, ഗോവർദ്ധന പർവ്വതത്തിന്റെ ഉയരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ഒരു നെൽമണിയുടെ അത്രയും, അതിന്റെ സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു നെൽമണിയുടെ അത്രയും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് അത് എപ്പം ഈ ഭൂമിയിൽ സ്പർശിക്കുന്നോ ആ സമയത്ത് ലോക അവസാനമാണെന്നാണ് പറയുന്നത്. ഇപ്പം പൊക്കം കുറഞ്ഞു കുറഞ്ഞ വന്നുകൊണ്ടിരിക്കുന്നത്. ഗോവർദ്ധന പർവ്വതം നമുക്ക് കാണാം. ഗോവർദ്ധന പർവ്വതത്തിൽ അതിലെ പിന്നെ മുഖാരവിന്ദം എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ഭഗവാൻ ആ, ഇത് എന്താ പറയുന്നത്, ഈ ഗോവർദ്ധന പർവ്വതം ഉയർത്തിയത്. അപ്പൊ ആ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ഈ പാലഭിഷേകമാണ് ചെയ്യുന്നത് എല്ലാവരും. പാലഭിഷേകം, ആ അതിന് ഗോവിന്ദാഭിഷേകം എന്നാണ് പറയുന്നത്. ഗോവിന്ദാഭിഷേകം, അതായത് ആരാണ് ഗോവിന്ദാഭിഷേകം നടത്തിയെന്ന് ഓർമ്മയുണ്ടോ മാതാജിക്ക്? ഞാൻ ഇന്ന് പറഞ്ഞ ഗോവർദ്ധന ലീലയിൽ ആരാണ്? കാമധേനു വന്നിട്ട്. സുരഭി മാതാവാണ്, സുരഭി പശുവാണ് വന്ന് ഭഗവാനെ ഗോവിന്ദാഭിഷേകം നടത്തി. ആ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ ശരിയായിട്ട് തൊഴുതു. നല്ല ആ, തിക്കും തിരക്കും ഇല്ലാതെ വളരെ സമാധാനമായിട്ട് ഇപ്രാവശ്യം അവിടെ നിന്ന് തൊഴുതു. ആം, ഈ പറയുന്ന മുഖാരവിന്ദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട്. അപ്പം എന്താ പറഞ്ഞ, ആ ഒരു ഗോവർദ്ധന പർവ്വതം ഉയർത്താനായിട്ട് നമ്മളെ കൊണ്ട് സാധ്യമല്ല. വാ തുറന്നു കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടങ്ങൾ കാണിക്കാനായിട്ട് സാധ്യമല്ല. അതുപോലെ തന്നെ ഭഗവാൻ ഒരേ സമയത്ത് 16,108 ആം, ആൾക്കാരെ വിവാഹം കഴിച്ചു, സ്ത്രീജനങ്ങളെ, അല്ലെ, ഗോപികമാരെ. അപ്പൊ ഈ 16,108 പേരുടെ അടുക്കൽ 16,108 ഭഗവാൻ എക്സ്പാൻഡ് ചെയ്തു. അത്രയും പേർക്ക് കൊട്ടാരങ്ങളുണ്ട്, ദ്വാരക പോലത്തെ കൊട്ടാരങ്ങളായി. അത്രയും സ്ഥലത്ത് ഭഗവാൻ അവരുടെ കൂടെ ജീവിച്ചിരുന്നു, എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത്. അതാർക്കെങ്കിലും സാധിക്കുമോ? ഒന്നും പറ്റത്തില്ല. നമ്മൾക്കിപ്പോ കലിയുഗത്തിൽ ഒരു ഭാര്യയെ പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴാണ് 16,108. എന്റെ ഇവിടെ ഇരുന്ന് നോക്കുന്നുണ്ട്. അതാ ഞാൻ തിരിഞ്ഞു നോക്കിയത്. ഞാൻ ആരെ ഒരുപാട്. ഉദ്ദേശിച്ചല്ല പറഞ്ഞ്, ആരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, വ്യക്തിപരമായിട്ട്. ആരും തെറ്റിദ്ധരിക്കരുത് ദയവേത്. സ്വാഭാവിക സ്വാമി പ്രഭു. ഞാൻ വേറൊരാളെ ഉദ്ദേശിച്ചാ പറഞ്ഞു കേട്ടോ. പുരുഷന്മാരുടെ പുരുഷന്മാരുടെ വിഷമം അവർക്കെല്ലാം അറിയുന്നു. പ്രഭു പുരുഷന്മാരുടെ കുഴപ്പമില്ല, പ്രശ്നമില്ല. കൃഷ്ണന്റെ കാര്യം പറയുന്ന പോലെ അദ്ദേഹം എല്ലാം സഹിക്കുകയായിരുന്നു. അതുപോലെ നമ്മൾ സഹിക്കുന്നത്. അതെ, അവർ അപ്പൊ അങ്ങനെ ആ ഒരു കാര്യം നമുക്ക് അനുകരിക്കാൻ പറ്റുമോ? അങ്ങനെ ചിലർ അനുകരിച്ചിട്ട്, ഇവിടെ ശ്രീലപ്രഭാതർ പറയാണ്, ചിലർ അനുകരിച്ചിട്ട് അദ്ദേഹം ചെയ്ത രാസലീലയിൽ എന്താണ് ഏകദേശം 9 ലക്ഷം ഗോപികമാര് എന്താണ് ഭഗവാന്റെ കൂടെ രാസനൃത്തം ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. 9 ലക്ഷം ഗോപികമാരുടെയും കൂടെ ഭഗവാൻ 9 ലക്ഷമായിട്ട് എക്സ്പാൻഡ് ചെയ്തു, നൃത്തം ചെയ്തു. അത് ആരെ കൊണ്ട് ചെയ്യാൻ പറ്റും? അങ്ങനെ രാസലീല. അപ്പം ഭഗവാന്റെ ഈ രാസലീല പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ കലിയുഗത്തിൽ പലരും നമ്മളെ കളിയാക്കുന്നത്, അല്ലേ? അപ്പൊ ഇതിന് ഈ രാസലീല, അതുപോലെ ഗോപി വസ്ത്രാപകരണം പറഞ്ഞിട്ട് അത് എന്തിനാണ് ഇത് ചെയ്തതെന്നുള്ള കാര്യം, തത്വം ആരും ശ്രീമദ് ഭാഗവതം വായിച്ചു നോക്കുന്നില്ല. ഭഗവാൻ ഗോപി വസ്ത്രാപകരണ ലീല നടത്തി, രാസലീല നടത്തി. അപ്പൊ ഈ ഈ ഗോപി വസ്ത്രാപകരണ ലീലയിൽ കൂടി എന്താണ് മനസ്സിലാക്കിയത്? നമ്മളുടെ ഈ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. അതുപോലെ തന്നെ ഈ പുണ്യ നദികളിൽ നമ്മൾ വിവസ്ത്രരായിട്ട് കുളിക്കാൻ പാടില്ല, നദികളെ ചെയ്യുന്ന അപമാനമാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഭഗവാൻ ഒരു ലീല ചെയ്തതാണ്. അപ്പൊ അതിനെ എന്താ പറഞ്ഞ, വേറെ തെറ്റായ രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ആരെങ്കിലും അങ്ങനെ വസ്ത്രം അപകരിച്ച് പോരാണ്ട് ശ്രമിക്കാൻ പാടുണ്ടോ? അടി കിട്ടും, നല്ല അടി കിട്ടും, അല്ലേ? അപ്പൊ അതുപോലെ സ്ത്രീകളുടെ വസ്ത്രം അപകരിക്കാൻ. അപ്പൊ ഭഗവാൻ ചെയ്ത കാര്യങ്ങളെ നമ്മൾ അനുകരിക്കാൻ പാടില്ല. ശ്രീരാമചന്ദ്രൻ ചെയ്ത കാര്യങ്ങളെ നമുക്ക് അനുകരിക്കാനായിട്ട് പറ്റും. കാര്യം അദ്ദേഹം മര്യാദ പുരുഷോത്തമനായാണ്. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാൻ ചെയ്ത കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും അനുകരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. അപ്പൊ അതുപോലെ അങ്ങനെ ഭഗവാന്റെ അവതാര ഉദ്ദേശം എന്താണ്? യഥാ യഥാ ഹി
ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാന സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം ഭഗവാൻ രണ്ട് ശ്ലോകങ്ങളിൽ കൂടെ 4-ാം അധ്യായത്തിൽ അതീന്ദ്രിയം, നമ്മൾ അടുത്ത അധ്യായം പഠിക്കുമ്പോൾ അതിൽ പഠിക്കുന്ന 2 ശ്ലോകങ്ങളാണ് 6ഉം 7ഉം. അപ്പൊ അതിൻ്റെ അകത്ത് പഠിക്കുന്നതാണ് ഈ 2 ശ്ലോകങ്ങൾ അല്ലേ. അത് അതെ. ധർമ്മത്തിന് എപ്പോൾ നാശം സംഭവിക്കുന്നു, അധർമ്മം എപ്പോൾ തഴച്ചു വളരുന്നു, അപ്പൊ ഞാൻ അവതരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു. ഈ ധർമ്മത്തിന് നാശം സംഭവിച്ചപ്പോഴാണ് ഇപ്പൊ ഭഗവാൻ അവതരിച്ചത്. അതുപോലെ തന്നെ യഥാ യഥാഹി പിന്നെ അടുത്ത എന്താണ്, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. സാധുക്കളെ ഉദ്ദേശിച്ച് എന്താണ്, തീരെ പാവപ്പെട്ടവരെന്നല്ല, ഭക്തജനങ്ങൾക്ക്. പരിത്രാണായ സാധനം, ഭക്തജനങ്ങൾക്ക് എപ്പോ പ്രശ്നം ഉണ്ടാകുന്നു, അവിടെ വിനാശ ഞാൻ അവരെ ദുഷ്കൃതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട്, അങ്ങനെ ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് ഭഗവാൻ എന്താണ് അവതരിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഈ പറയുന്ന അസുരന്മാരുടെ പീഡകളിലും അതുപോലെ തന്നെ മറ്റുള്ള ആ ഒരു ബുദ്ധിമുട്ടുകളിലൊക്കെ തന്നെ ഈ ബുദ്ധിമുട്ടുന്ന കഷ്ടപ്പെടുന്ന ഭഗവാന്റെ ഭക്തജനങ്ങളോട് കൂടി രമിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ വൈകുണ്ഠത്തിലോ ഗോലോകത്തിലോ ഇരുന്നിട്ട് എന്തിനാ സുദർശന ചക്രത്തെ ഒന്ന് വിട്ടാൽ മതി, ഇതെല്ലാം സർവ്വസംഹാരം നടത്തിയിട്ട് പോരും. പക്ഷെ ഭഗവാൻ അതല്ല ചെയ്യുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെയ്ത ലീലകൾ ഓരോന്നും അദ്ദേഹത്തിന് എന്തിനാ ഭക്തന്മാരുടെ കൂടെ രമിക്കാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ അമിതമായ കൊതി കൊണ്ടാണ് അല്ലെ അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചനേന സദൈവ ഹൃദയേഷു വിലോകയന്തി എം ശ്യാമസുന്ദരം അചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അപ്പൊ അങ്ങനെയുള്ള ആ അദ്ദേഹത്തിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ലീലകളിൽ നമ്മൾ കണ്ട വൈരുദ്ധ്യങ്ങളോ അല്ലെങ്കിൽ ആ ലീലകളിലുള്ള കുറ്റപ്പെടുത്തലോ ആണോ ശ്രമിക്കേണ്ടത്? നമ്മുടെ സാഹിത്യകാരന്മാരൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ ഭഗവാനെ നടത്തുന്നുണ്ടല്ലേ. പ്രേമാഞ്ചന ചുരിത ഭക്തി വിലോചനേന, പ്രേമമാകുന്ന അഞ്ജനം കൊണ്ട് എഴുതിയ കണ്ണുകൊണ്ട് നമ്മളെ ഭക്തിയോടുകൂടി ഭഗവാനെ നോക്കണം. പ്രേമാഞ്ജന ചുരിത ഭക്തി വിലോചന സദൈവ ഹൃദയേഷു വിലോകയന്തി, സദാസമയത്ത് നമ്മൾ എന്താണ് ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കണം. എം ശ്യാമസുന്ദരം അചിന്യ ഗുണസ്വരൂപം, അതായത് അദ്ദേഹത്തിന്റെ ഗുണങ്ങളോ ഒന്നും നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലെ. ആ ശ്യാമസുന്ദരനായ ഭഗവാനെ എന്താണ് നമ്മളുടെ ഹൃദയത്തിൽ ചേർത്ത് വിളിച്ച് എം ശ്യാമസുന്ദരം അചിന്യ ഗുണസ്വരൂപം ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി, അങ്ങനെ ആദിപുരുഷനായ അങ്ങനെയുള്ള ആ ഗോവിന്ദനെ ഞാൻ പ്രണമിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മസംഹിതയില് അല്ലേ. അപ്പൊ അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ് ഭഗവാന്റെ നിർദ്ദേശങ്ങൾ, ഭഗവാന്റെ വാണിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ അനുകരിക്കുകയല്ല ശ്രമിക്കണം. ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. മഹാദേവൻ എന്ത് ചെയ്തു? കാളകൂട വിഷം എടുത്ത് കുടിച്ചു അല്ലെ, ഈ ലോകത്തിന് വേണ്ടിയിട്ട്. ഭഗവാൻ മഹാദേവൻ കാളകൂട വിഷം എടുത്ത് കുടിച്ചെന്ന് പറയും. നമ്മൾക്ക് അത് അനുകരിക്കാനായിട്ട് സാധ്യമാകുമോ? നമ്മള് അവിടെ തന്നെ കിടക്കും, നമ്മള് വടിയായിട്ട് കിടക്കും അല്ലെ. അതായത് ശിവം എന്നുള്ളതിന്റെ ആ വള്ളി എടുത്ത് കളഞ്ഞാൽ എന്താണ് സംഭവം? ശവമായി കിടക്കും അല്ലെ. ശിവം എന്ന് പറഞ്ഞാൽ എന്താണ്? മംഗളകാരി. ആ വള്ളി ഇട്ട് കൊടുക്കുമ്പോഴാണ് അത് മംഗളകാരി, അല്ലെങ്കിൽ അത് വെറും ശവമായി പോകും, നമ്മള് ശവമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുപോലെ മഹാദേവന്റെ ഇപ്പൊ നമ്മൾ കുംഭമേളയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. മഹാദേവന്റെ ഒരുപാട് ഭക്തന്മാരാണ് ആ കാണുന്ന അഘോരികൾ എന്ന് പറയും, അല്ലെങ്കിൽ നാഗസന്യാസിമാരെന്ന് പറഞ്ഞ ആൾക്കാർ, വസ്ത്രമൊന്നും ധരിക്കാത്ത ആൾക്കാരാണ്. അവരെന്താണ് ഈ ജടയെല്ലാം ഇങ്ങനെ നീട്ടി, മുടിയെല്ലാം ഇങ്ങനെ നീട്ടി, അവരുടെ ശരീരത്തെ അവർ കെയർ ചെയ്യുന്നേ ഇല്ല. അവര് യോഗ പ്രാക്ടീസ് ചെയ്ത ആൾക്കാരാണ് അല്ലെ. അവർ ശ്വാസത്തെ നിയന്ത്രിച്ചിട്ട് അവരുടെ ആത്മാവിനെ അവര് നിയന്ത്രിച്ച് നിൽക്കുകയാണ്. 100, 400, 500 വയസ്സായ ആൾക്കാരാണ് അവർ ഓരോരുത്തരും. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവരുടെ ആത്മാവിനെ അവർക്ക് പുറത്തു വിടാൻ സാധിക്കും. അങ്ങനെ ഇത് ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മഹാദേവന്റെ ചില പ്രവൃത്തികൾ കണ്ടിട്ട് ഈ മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ അടിമയായിട്ട് സന്യാസിമാരാണെന്ന് നമ്മൾ പുറമേ കാണും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവര് മദ്യപാനം ഇതൊക്കെ നടത്തും. ഇപ്പൊ ശ്രീല പ്രഭുപാദർ ഇവിടെ നഖശികാന്തർ എതിർത്തിരിക്കുകയാണ്. ഈ മഹാദേവന്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്ന പോക്രിത്തരത്തിന് ഒരു തരത്തിലും ന്യായീകരിക്കാനായിട്ട് പറ്റില്ല എന്ന് ഇദ്ദേഹം അവിടെ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കർത്തവ്യം ചെയ്യണം, അല്ലാതെ അനുകരിക്കുകയല്ല ചെയ്യേണ്ടത്. ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആ വാക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ വാണിയായിട്ടുള്ള ഭഗവത്ഗീത അതേപടി നമ്മൾ ഫോളോ ചെയ്യണം, അല്ലാതെ ഭഗവാൻ ചെയ്ത കാര്യങ്ങൾ അനുകരിക്കാനായിട്ട് ആരും ശ്രമിക്കണ്ട.
ഉം. അപ്പൊ പ്രഭാവശാലികളുടെ ഉപദേശങ്ങൾ അനുസരിക്കുകയും നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അവരെ അനുകരിക്കാൻ തുനിയാതിരിക്കുന്നതാണ് ഉത്തമം. അവരുടെ സ്ഥാനത്ത് വേണ്ടുന്ന യോഗ്യതയില്ലാത്ത സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുകയും വരുത്. ഭഗവാന്റെ വൈഭവം ഉൾക്കൊള്ളാതെ അനേകം കപട അവതാരങ്ങൾ ഇവിടെ കണ്ടുവരുന്നു. അപ്പൊ ഒരുപാട് കപട അവതാരങ്ങൾ കലിയുഗത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട്, ഞാൻ ഭഗവാനാണെന്നും പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലെങ്കിൽ ഞാനും ഭഗവാനും തുല്യമാകുന്നു. ഞാൻ നേരത്തെ മായാവാദ സിദ്ധാന്തമൊക്കെ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. മായാവാദ സിദ്ധാന്തം നമ്മളും ഭഗവാനും തുല്യമാകുന്ന ഒരവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഭഗവാനാകുമോ? ഒരിക്കലെങ്കിലും നമ്മൾ ഏത് അവസ്ഥയിൽ എത്രമാത്രം ജ്ഞാനവാനായാലും ഭഗവത്ഗീത 700 ശ്ലോകങ്ങളും കാണാതെ പിടിച്ചു കഴിഞ്ഞാലും, അതുപോലെ ഭാഗവതം 18,000 ശ്ലോകങ്ങൾ കാണാതെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനാകുമോ? ഒരിക്കലും ഇല്ല. ഒരിക്കലും ഭഗവാനാകത്തില്ല നമ്മള്, അല്ലേ? നമ്മൾക്ക് അങ്ങനെ ആകാനായിട്ടേ പറ്റില്ല. നമ്മള് ഭഗവാനുമായിട്ടുള്ള ബന്ധം എന്താണ്? നമ്മൾ ഭഗവാന്റെ അംശമാണ്. അതുകൊണ്ട് ഭഗവാനും നമ്മളും ഗുണത്തിൽ ഒന്നാണ്. ഗുണത്തിൽ ഭഗവാന്റെ മക്കളല്ലേ നമുക്ക് നമ്മുടെ അച്ഛനുള്ള കുറച്ച് ഗുണങ്ങളിൽ നമുക്ക് കാണത്തില്ല. അതുകൊണ്ട് ഭഗവാന്റെ ഗുണങ്ങളൊക്കെ തന്നെയാണ് നമുക്കുള്ളത്. അല്ലെ, നമ്മുടെ ഗുണങ്ങളല്ല ഭഗവാനുള്ളത്. ഭഗവാൻ നമ്മുടെ അച്ഛനായതുകൊണ്ട് ഭഗവാന്റെ ഗുണങ്ങളെല്ലാം തന്നെ നമുക്കുണ്ട്. പക്ഷെ നമ്മൾക്കത് ചെറിയ അളവിൽ മാത്രമേ ഉള്ളൂ. ഭഗവാന് 64 ഗുണങ്ങളുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാന് 64 ഗുണങ്ങൾ. ഈ 64 ഗുണങ്ങൾ ഇന്നാളെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. എനിക്കത് അറിയത്തില്ല. അതിലെ 4 ഗുണങ്ങൾ മാത്രം നമ്മളിപ്പോ പറയാം. മഹാവിഷ്ണുവിനുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ 60 ഗുണങ്ങളുണ്ട്. പിന്നെ മഹാദേവന് 55 ഗുണങ്ങൾ, ബ്രഹ്മദേവന് 50 ഗുണങ്ങൾ, രാധാറാണിക്ക് 25 ഗുണങ്ങൾ. അതുപോലെ തന്നെ നമുക്ക് 25-ൽ താഴെയാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിലെ ജീവാത്മാക്കൾക്കൊക്കെ. നമ്മൾ എത്ര പണിപ്പെട്ട് കഴിഞ്ഞാലും ഭഗവാന് ഇതെല്ലാം പൂർണ്ണമായ അവസ്ഥയിലുണ്ട്. നമുക്ക് എന്താണ്, ചെറിയ അവസ്ഥയിലേ ഉള്ളൂ. ഈ ഗുണങ്ങളൊക്കെ വളരെ ചെറിയ തോതിലേ ഉള്ളൂ. ഗ്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പേഴ്സൻറ്റേജിലേ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളൂ. ഭഗവാൻ ഇത് പൂർണ്ണമായിട്ടുണ്ട്. പൂർണ്ണ ഗുണസ്വരൂപനാണ്. പക്ഷെ ഭഗവാന്റെ അത്രയും ഗുണങ്ങളുള്ള വേറൊരു വ്യക്തിയും കൂടെ ഉണ്ട്. അതാരാണെന്ന് അറിയാമോ? ബലരാമൻ ഭഗവാനുള്ളതുപോലെ തന്നെ 64 ഗുണങ്ങളും ഉണ്ട്. പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഇവര് തമ്മിൽ. 2 വ്യത്യാസമേ ഉള്ളൂ. ഒന്ന് എന്താണ്? നിറത്തില്. ഇവർ രണ്ടും, ഒരാള് എന്താണ് ശ്യാമസുന്ദരനാണ്, മറ്റേ ആള് എന്താണ് വെളുത്ത നിറത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ വേറൊരു വ്യത്യാസം എന്താണ്? ഒരാൾ എന്താണ് സേവ സ്വീകരിക്കുന്നു. അതായത് ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതേ. നമ്മൾ ഈ ലോകത്തിലുള്ള എല്ലാ ഭോഗങ്ങളും ഭുജിക്കുന്ന ആള് ഞാനാണെന്ന് പറയുന്നു. ആര്? ശ്രീകൃഷ്ണ ഭഗവാൻ. ഭോക്താരാം യജ്ഞങ്ങളുടെയും തപസ്സിന്റെ എല്ലാം ഭോക്താവ് ഞാനാണെന്ന് അദ്ദേഹം പറയുന്നു. ഭോക്താരാം യജ്ഞതപസാം സർവലോക മഹേശ്വരം സുഹൃതിം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തി മൃച്ഛതേ. എല്ലാവരുടെ സുഹൃത്തും അഭ്യുതകാംക്ഷിയുമാണ് ഞാനാണെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷെ ബലരാമൻ എന്താണ്? ഇതെല്ലാം സേവ ചെയ്യുന്ന ഭാവമാണ് ബലരാമന്റെ. ഈ സേവ കൊടുക്കുന്നു ബലരാമൻ. ആരുടെയൊക്കെ രൂപത്തിലാണ് ബലരാമൻ സേവ കൊടുക്കുന്നത്? ഭഗവാന് കൊടയായിട്ടും, ഭഗവാൻ അവതരിച്ച സമയത്ത് കൊടയായിട്ട് വന്ന് സേവ കൊടുത്തു, അല്ലേ? പിന്നെന്താണ്? ഭഗവാന് മെത്തയായിട്ട് വൈകുണ്ഠത്തിൽ മെത്തയായിട്ട് കിടക്കുന്നു. കട്ടിലായിട്ടും ഭഗവാന്റെ ഇരിപ്പിടമായിട്ടും കൊടയായിട്ടും ഭഗവാന് കസേരയായിട്ടും ഒക്കെ വർത്തിക്കുന്നു. അതുപോലെ വൈകുണ്ഠധാമമായിട്ട് ബലരാമൻ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നു. വൈകുണ്ഠധാമമായിട്ട് ഭഗവാന്റെ ലീല നടത്താനായിട്ട് എന്താണ് വ്രജധാമം ഇങ്ങനെ താമര പുഷ്പത്തിന്റെ ആകൃതിയിൽ ഇരിക്കുന്നത്. വ്രജയില് നമ്മളിപ്പോ ഓരോ സ്ഥലത്ത് നിന്ന് ഞാനിപ്പോ പോയതാണ്. ഇവിടുന്ന് 20 കിലോമീറ്ററിന് അടുത്ത സ്ഥലത്തേക്ക്, ഇവിടുന്ന് 10-15 കിലോമീറ്ററിന് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ പോകാനായിട്ട്. പക്ഷെ ഭഗവാന്റെ ലീല നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ബലരാമൻ ഈ പറയുന്ന വൃന്ദാവന ധാമത്തെ ഇങ്ങനെ ചെറുതാക്കി കൊടുക്കുന്നു. അത് ഇനി ലീല കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വലുതാകുന്നു. അതുപോലെ തന്നെ ഭഗവാന്റെ കിരീടമായിട്ടും ഭഗവാന്റെ മയിൽപീലിയായിട്ടും ഭഗവാന്റെ എന്താണ് ഉടയാടയായിട്ടും ഭഗവാന്റെ ഓടക്കുഴലായിട്ടും ഒക്കെ തന്നെ ബലരാമനാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരാള് എന്താണ് സേവ സ്വീകരിക്കുന്ന ഒരാള് സേവ കൊടുക്കുന്നയാള്. ഇതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇത് കഴിഞ്ഞ് ഭഗവാന് മാത്രമുള്ള വേറൊരു ദേവന്മാർക്കും ഇല്ലാത്ത 4 ഗുണങ്ങൾ ഭഗവാനുണ്ട്. ആ 4 ഗുണങ്ങൾ ഏതൊക്കെയാണ്? പ്രേമമാധുരി, ലീലാമാധുരി, വേറെന്താണ്? വേണുമാധുരി, പിന്നെ എന്താണ്? ഒരെണ്ണോടുണ്ട്, ഓർമ്മയുണ്ടോ? ഞാൻ മറന്നു കേട്ടോ, എനിക്ക് എപ്പോഴും ഓർമ്മ. പ്രേമമാധുരി എന്ന് പറഞ്ഞാൽ തന്നെ ഭഗവാന്റെ അത്രയും പ്രേമരസമുള്ള ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെ വാരി വിതറുവാണല്ലേ ഗോപികമാർക്കൊക്കെ. അങ്ങ് പ്രേമരസത്തിൽ അങ്ങ് അവരാണ്ടിരിക്കുകയാണ്, അല്ലെ? പ്രേമമാധുരി.
പിന്നെ ഭഗവാന്റെ അത്രയും ലീല ചെയ്യുന്ന ഒരാളുമില്ല. ആ, ഇല്ല. രൂപമാധുരി. നാലാമത്തേതാണ് ഞാൻ മറന്നത്, രൂപമാധുരി. അപ്പൊ ഭഗവാന്റെ അത്രയും സൗന്ദര്യമുള്ള ഒരു വ്യക്തികളും ഈ ലോകത്തിലെങ്ങും ഇല്ല. അപ്പം ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മദേവൻ പറയുന്നു, എന്താണ്? കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. കന്ദർപ്പകോടി എന്ന് പറഞ്ഞാൽ, കന്ദർപ്പൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ. കന്ദർപ്പകോടി, കോടിക്കണക്കിന് കാമദേവന്മാര് ഇങ്ങനെ വന്ന് ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ്? അവര് തോറ്റു തുന്നമ്പാടി നാണിച്ചിട്ട് അവർ ഓടിച്ചു. കാമദേവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാരൊക്കെ മാൻറ്റിലടിച്ച് കറങ്ങി വീണു പോകും. അത്ര സൗന്ദര്യമാണ് കാമദേവൻ. അത്തരത്തിലുള്ള കോടിക്കണക്കിന് കാമദേവന്മാർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ പോലും ഭഗവാന്റെ സൗന്ദര്യത്തെ അവർക്ക് അവർക്ക് വെല്ലുവിളിക്കാനായിട്ട് സാധ്യമല്ല. അങ്ങനെ കന്ദർപ്പകോടി കമനീയ വിശേഷ ശോഭം ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. അങ്ങനെ പ്രേമമാധുരി, രൂപമാധുരി, പിന്നെ ലീലാമാധുരി. നമ്മൾ എത്ര ദേവന്മാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എത്ര പേര് ഈ ലീലകൾ ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ളവരുടെ ലീലകളെ പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദേവി എത്ര ലീലകൾ ചെയ്തിട്ടുണ്ട്? മഹാദേവൻ എത്ര ലീലകൾ ചെയ്തിട്ടുണ്ട്? സുബ്രഹ്മണ്യ സ്വാമി അല്ലെങ്കിൽ ഗണപതി ഭഗവാൻ എത്ര ലീലകൾ ചെയ്തിട്ടുണ്ട്? ആർക്കെങ്കിലും ഒരു ലീലയെങ്കിലും പറയാമോ? ഒരു ലീലയും ചെയ്തിട്ടില്ല. ഭഗവാൻ ചെയ്തിരിക്കുന്ന ലീലകൾ ഏതൊക്കെയാണ്? ഭഗവാൻ ചെയ്തിരിക്കുന്ന കുറെ ലീലകളുണ്ട്. നമുക്കത് ഒന്ന് നോക്കാം. പെട്ടെന്ന് ഓടിച്ചു നോക്കാം, സമയം വൈകുന്നു. അതുകൊണ്ട് ഒന്ന് എന്താണ്? ഗോവർദ്ധന ലീല, നമ്മളിപ്പോ പറഞ്ഞ ഗോവർദ്ധന പർവ്വതം ചെറുവിരലിൽ ഉയർത്തിയ ഗോവർദ്ധന ലീല. മറ്റേത് എന്താണ്? ഈ വായിൽ കൂടെ ബ്രഹ്മാണ്ടങ്ങൾ കാണിച്ച ലീലയ്ക്ക് പറയുന്ന ബ്രഹ്മാണ്ട ദർശന ലീല. പിന്നെ അടുത്ത് എന്താണ്? ഭഗവാൻ ബ്രഹ്മദേവനെ മോഹിപ്പിച്ച ഒരു ലീലയുണ്ട്, ബ്രഹ്മ വിമോഹന ലീല. ബ്രഹ്മദേവൻ പശുക്കിടാങ്ങളെ ഭഗവാന്റെ പശുക്കിടാങ്ങളെ അപഹരിച്ചുകൊണ്ട് പോയപ്പോൾ ചെയ്ത ലീല. പിന്നെ അടുത്ത് രാസലീല നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ അടുത്ത് ഗോപി വസ്ത്രാപഹരണ ലീല. പിന്നെ അടുത്ത് എന്താണ്? മക്കഞ്ചോർ ലീല. മക്കഞ്ചോർ ലീല എന്ന വെണ്ണ മോഷ്ടിക്കുന്ന ലീല. പിന്നെ അടുത്ത് എന്താണ്? ഉലൂഖബന്ധന ലീല. ഉലൂഖബന്ധന ലീല എന്ന് പറഞ്ഞാൽ ദാമോദര ലീല തന്നെയാണ്. അതായത് ഉരുളിൽ കെട്ടിയിട്ടുള്ള ലീല. ഉലൂഖബന്ധന ലീല അല്ലെങ്കിൽ ദാമോദര ലീല, കാർത്തിക മാസത്തിൽ നടന്ന ലീല. പിന്നെ അടുത്തത് എന്താണ്? കാളിയമർദ്ദന ലീല. പിന്നെ വേറൊരു ലീല ഏതാണ്? വിശ്വരൂപ ദർശന ലീല. ഭഗവാൻ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുത്തല്ലേ അർജുനന്. അങ്ങനെ വിശ്വരൂപ ദർശന ലീല. ഇതൊക്കെയാണ് ഭഗവാന്റെ ലീല. ഭഗവാൻ അനന്തകോടി ലീലകളുണ്ട്. നമുക്കറിയാവുന്നത് ഇത്രയും തുച്ഛം മാത്രമേ ഉള്ളൂ. അപ്പം ലീലാമാധുരി. അതുപോലെ തന്നെ ഭഗവാന്റെ അടുത്ത മാധുരി 4 നമ്മൾ പറഞ്ഞത്. പ്രേമമാധുരി, രൂപമാധുരി, ലീലാമാധുരി. ഇനി അടുത്ത് പറയുന്നത് എന്താണ്? വേണുമാധുരി. വേണുമാധുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ വേണുമാധുരി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അത്രയും ഓടക്കുഴലില് ഊതാനായിട്ട് പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ പറയുന്ന ഹിംസ്ര ജന്തുക്കളായിട്ട് നമ്മൾ പറയുന്ന സിംഹം, പുലി, കരടി, അതൊക്കെ തന്നെ ഇതിലങ്ങ് ഭഗവാന്റെ ആ വേണുഗാനം കേട്ട് കഴിഞ്ഞാൽ അവരെല്ലാരും നൃത്തം ചെയ്യുന്ന ആ ഒരു മൂഡിലേക്ക് എത്തി. അതുപോലെ സിംഹക്കുട്ടി വന്ന് പശുവിന്റെ അമ്മ പശുവിന്റെ പാല് കുടിക്കുന്നു. ഭഗവാന്റെ വേണുനാദത്തിൽ അവർ പരസ്പരം മറിഞ്ഞ് പശുക്കുട്ടികൾ എന്ന് ഇതുപോലെ വന്യമൃഗങ്ങളുടെ പാല് കുടിക്കുന്നു. ഈ അവസ്ഥയാണ് ഭഗവാന്റെ വേണുഗാനം കേൾക്കുമ്പോൾ. അപ്പൊ ഗോപികമാരൊക്കെ സർവ്വതും മറന്നിട്ട് ഭഗവാന്റെ ഈ വേണുഗാനം കേട്ടിട്ട് ആകൃഷ്ടരായിട്ട് അവര് പുറത്തേക്ക് അവരുടെ കുട്ടികളെ മറക്കുന്നു, ഭർത്താക്കന്മാരെ മറക്കുന്നു, എല്ലാവരും മറന്നിട്ട് ഇറങ്ങി പോവാണ്. അപ്പൊ അത്ര അതീന്ദ്രിയമാണ് ഭഗവാന്റെ വേണുഗാനം. അതുപോലെ വേണു കൊതുന്ന ഒരു ആളില്ല. അപ്പൊ അതുകൊണ്ട് വേണുമാധുരി. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇതെല്ലാം ഇപ്പോൾ ഓർത്തിരുന്നതാണ്. എന്താണ്? പ്രേമമാധുരി, രൂപമാധുരി, ലീലാമാധുരി, വേണുമാധുരി. ഈ 4 ഗുണങ്ങൾ ഭഗവാൻ വേറൊരാൾക്കും കൊടുത്തിട്ടില്ല. ഭഗവാന് മാത്രം സ്വന്തം. ഈ 64-ലെ 4. അപ്പൊ വിഷ്ണുവിന് ഈ പറയുന്ന 4 ഒഴിച്ചിട്ടാണ് ബാക്കിയുള്ളത്. അതുപോലെ തന്നെ ബ്രഹ്മദേവന് അതിലും കുറവ്. ഇത് 64 നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഗൂഗിളിൽ അവൈലബിൾ ആയിരിക്കാം. അതിലെ രാധാറാണിക്ക് 25 വിശേഷപ്പെട്ട ഗുണങ്ങളുണ്ട്. രാധാറാണിക്ക് ആ 25 പൂർണ്ണമായിട്ടുണ്ട്. ചില വലിയ പണ്ഡിതന്മാർക്കൊക്കെ 25 ഉണ്ടെങ്കിൽ അതെല്ലാം കുറച്ചേ കാണത്തുള്ളൂ. രാധാറാണിക്കുള്ള ഗുണങ്ങളെല്ലാം തന്നെ ഭഗവാന്റെ സേവികയായിട്ടാണ്. ഏറ്റവും വലിയ ഭക്ത, ഏറ്റവും വലിയ ഭാവഭക്തിയുള്ള ആളാണ് രാധാറാണി. ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗോപിക, ഏറ്റവും വലിയ ഭക്ത, ഏറ്റവും വലിയ സേവിക. അതുപോലെ തന്നെ ഭഗവാനിൽ ഏറ്റവും കൂടുതൽ പ്രേമഭക്തിയുള്ള ആളാണ് രാധാറാണി. അതുപോലെ ഇനി അടുത്ത ശ്ലോകം, 25-ാമത്തെ ശ്ലോകം. സക്ത കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വംസ്തദാ സക്ത കീർഷുർലോക സംഗ്രഹം.
സക്ത കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാംസ്തദാ സക്ത ചികീർഷുർ ലോകസംഗ്രഹം. ഹരേ കൃഷ്ണ. അപർണ മാതാജി. മാതാജി മ്യൂട്ടിലാണ്. എനിക്ക് ബുക്ക് തൊടാൻ പറ്റില്ല, ഞാൻ ബുക്ക് എടുത്തിട്ടില്ല. ആ, കുഴപ്പമില്ല. ഗോപൻ പ്രഭു. ഓ 25 അല്ലേ? 25. സക്ത കർമ്മണ്യ. ചില സമയത്ത് ഈ വെട്ടത്തിൽ കണ്ണുപിടിക്കത്തില്ല. കണ്ണുപിടിക്കത്തില്ലല്ലേ? ഞാൻ വായിക്കട്ടെ. മാതാജി വായിച്ചോളൂ. സക്ത കർമ്മണ്യ. സക്ത കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാത് വിദ്വാസ് തഥാ സക്ത ചികിത്സുർ ലോകസംഗ്രഹം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ ജയ് ശ്രീല പ്രഭുപാദ്. ഭാരത, ഹേ ഭാരത, അവിദ്വാംസ അറിവില്ലാത്തവൻ കർമ്മണി നിയത കർത്തവ്യത്തിൽ ശക്തനായിട്ട് യഥാ യാതൊരു പ്രകാരം കുർവന്തി ചെയ്യുന്നുവോ തഥാ അപ്രകാരം വിദ്വാൻ അസക്തനായി ലോകസംഗ്രഹം സാധാരണ ജനങ്ങൾക്കായി ചികീർഷു ആഗ്രഹിക്കുന്നവനായിട്ട് കുര്യാത് ചെയ്യണം. ശ്രീലപ്രഭാതരുടെ വിവർത്തനം ചെയ്ത് ശ്രീലപ്രഭാത്. അറിവില്ലാത്തവർ ഫലകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. പക്ഷെ അവർ ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല. ഇപ്പൊ ഭഗവത്ഗീതയിലെ ഒരു വലിയ തത്വമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? ഫലത്തിൽ നമ്മൾ ആസക്തരാകാനായിട്ട് പാടില്ല, അല്ലെ? നമ്മൾ ആ കർമ്മഫലത്തിൽ, അതിൽ നമ്മളൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലത്തിൽ നമ്മൾ ഇങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്ന, നമ്മളൊരു ഇന്റർവ്യൂവിന് പോവാണ്, ഈ ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള അതിലിങ്ങനെ ആ വ്യാപൃതനായിരുന്നു. ഇന്റർവ്യൂ നമുക്ക് നേരെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ആ ഫലകാംക്ഷയായിട്ടുള്ള, അതായത് ഞാൻ ഇന്ന കാര്യം ചെയ്തു, ഇന്ന പൂജ ചെയ്തു, ഞാൻ നാമം ജപിച്ചു, എനിക്ക് ഇന്ന ഫലം കിട്ടണം, എനിക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടണം, അല്ലെങ്കിൽ നല്ല ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊരു വലിയ ബംഗ്ലാവ് പണിയണം, ഇങ്ങനെയുള്ള ഫലകാംക്ഷയായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ കർമ്മങ്ങളൊന്നും തന്നെ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്. അറിവില്ലാത്തവർ ആണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫലകാംക്ഷ മൂലം കർത്തവ്യങ്ങൾ നിറവേറ്റുന്നത് പോലെ വിദ്വാൻമാരും ജനങ്ങളെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടി പ്രവർത്തിക്കണം. വിദ്വാൻമാരായിട്ടുള്ള പണ്ഡിത സമദർശന എന്ന് പറയുന്ന ഒരു ശ്ലോകം ഭഗവത്ഗീതയിലുണ്ട്. ആ ശ്ലോകത്തിൽ പറയുന്നതാണ്, നമ്മളൊരു പണ്ഡിതൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പറയുവാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾ എന്താണ്? എല്ലാവരെയും, അതായത് ഒരു ചണ്ടാളനെയും ഒരു ബ്രാഹ്മണനെയും ഒരു വൈശ്യനെയും ശൂദ്രനെ, അങ്ങനെ എല്ലാവരും ഒരേ രീതിയിൽ കാണുന്ന ആളെയാണ് പണ്ഡിതൻ എന്ന് വിളിക്കുന്നത്. നമ്മളിപ്പോ അങ്ങനെ പണ്ഡിതൻ എന്ന് വിളിക്കുന്ന ആൾക്കാർക്ക് ആരെങ്കിലും ആ യോഗ്യത ഉണ്ടോ? ഒരു യോഗ്യതയില്ല, അല്ലേ? ഒരേ രീതിയിൽ കാണാൻ, എല്ലാവരും ഒരേ രീതിയിൽ കാണാനായിട്ട് പാടുണ്ടോ? സാധിക്കുമോ അവർക്ക്? നമുക്ക് പോലും സാധിക്കത്തില്ല എല്ലാവരും ഒരേ രീതിയിൽ കാണാനായിട്ട്, അല്ലെ? പട്ടിമാംസം കഴിക്കുന്ന ആളെ പോലും നമ്മളിത് കാര്യം അവരുടെ ഉള്ളിൽ ഇരിക്കുന്ന എന്താണ്? അവരുടെ ആ ഒരു കർമ്മഫലം കൊണ്ട്, മുജ്ജന്മ കർമ്മഫലം കൊണ്ടാണ് അവർ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്, അല്ലെ? പക്ഷെ ഈ അവരുടെ ഉള്ളിലിരിക്കുന്ന ആരാണ്? ഭഗവാൻ പരമാത്മ രൂപത്തിൽ ഇരിപ്പുണ്ടല്ലേ? അപ്പൊ അദ്ദേഹത്തെ എന്താണ് ആ ഒരു മോശമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ കാണാനായിട്ട് ശ്രമിക്കരുത്. കാര്യം അവരെ എങ്ങനെയും ഉയർത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അല്ലെ? അതിന് പകരം അവരെ മോശമായിട്ട് കാണാനായിട്ട് ശ്രമിക്കരുത് എന്നുള്ളതാണ്. പിന്നെ എന്താണ്? ഫലത്തിൽ ഒരിക്കലും ഒരു പണ്ഡിതനായിട്ടുള്ള വ്യക്തി ഒരിക്കലും ഫലകാംക്ഷ കർമ്മങ്ങൾ, അതായത് നമ്മളിങ്ങനെ പൂജകളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താണ് അവർ കിട്ടുന്ന ദക്ഷിണയുടെ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും പൂജ ചെയ്യരുത്. കൂടുതൽ ദക്ഷിണ കൊടുക്കുന്ന ആൾക്ക് കൂടുതൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നു, അല്ലാത്തവർക്ക് ഇല്ല, പ്രസാദം പോലും ഇല്ല. ഈ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. കാര്യം ക്ഷമിക്കണം കേട്ടോ, ഞാൻ ഇന്നാളെ അങ്ങനെ പറഞ്ഞിട്ടൊരു വലിയ പ്രശ്നം ഉണ്ടായതാണ്. ഞാൻ ആരെയും ദ്രോഹിക്കാൻ വേണ്ടിട്ട് ഒന്നും പറഞ്ഞതല്ല. ആരെങ്കിലും ഉണ്ടോ? അത് ഇതൊന്നും പ്രശ്നമല്ല പ്രഭു. അത് ഇപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ ഈ പ്രഭു പറഞ്ഞ പോലെ ഇപ്പൊ എത്ര പേർക്ക് കറക്റ്റായിട്ട് ഭഗവാനെ പൂജിക്കാൻ അറിയാം? ഈ ഏത് കാറ്റഗറി പെട്ടവരായിക്കോട്ടെ, എത്ര പേര് ഭജിക്കാൻ, പുള്ളിയുടെ മന്ത്രം ചൊല്ലാൻ എത്ര പേർക്ക് അറിയാം? അതെ. എത്ര ബ്രാഹ്മണിക്കൽ ആൾക്കാർ ചൊല്ലുന്നുണ്ട്? അതിലും നല്ലതായിട്ട് എത്രയോ സന്യാസ ഋഷിമാരൊക്കെ ഉണ്ട്. പറവൂർ ശ്രീധരൻ തന്ത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ജാതികുലം കൊണ്ട് ഒരുപാട് താങ്ങല, പക്ഷെ അദ്ദേഹത്തിന്റെ പവർ ഭയങ്കര പവറായിരുന്നു. അതെ.
അദ്ദേഹത്തിന്റെ ഭാഷ, ഈ മന്ത്രതന്ത്രങ്ങൾ കേട്ട് കഴിഞ്ഞാൽ വലിയ ഈ കടിയക്കോൽ നമ്പൂതിരിമാര് വരെ മാറിയിരിക്കുന്ന ഒരു മാറിയിരിക്കുന്നു. കാലഘട്ടമുണ്ട്. അപ്പൊ അത് പറയാം, അത് ഈശ്വരാധീനമാണ് ഒരാൾ പറയുന്നതിൽ. അതെ അതെ. ഇപ്പം പ്രഭുവിന് അങ്ങനെ പറയാൻ കഴിയുമെന്ന് പറഞ്ഞാൽ പ്രഭുവിന് ഒരു ദൈവം തന്നിരിക്കുന്ന കഴിവ്. എനിക്കതുപോലെ പറയാൻ പറ്റത്തില്ലല്ലോ. ഉം. അപ്പൊ അങ്ങനെ പ്രഭു അതുകൊണ്ട് ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ അപ്രിയ സത്യങ്ങൾ ചിലപ്പോൾ പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടുന്നത്. അദ്ദേഹം പിന്നീട് ക്ലാസ്സിന് വന്നില്ല. അതുകാരണം എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇപ്പോഴും ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും. അതിപ്പോ കാര്യം അദ്ദേഹത്തിന് വയ്യാതിരിക്കുകയായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് കുറച്ച് വയ്യാഴിയൊക്കെ ആയിരുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. സുഖമില്ലാതിരിക്കാൻ വന്നു. പുള്ളി വന്നായിരുന്നോ ഒറ്റയ്ക്ക് പിന്നെ? വീട്ടിൽ ആ വന്നായിരുന്നു. പുള്ളി ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് പിന്നെ ആംബുലൻസ് ഒക്കെ വിളിച്ച് വരുത്തി കൊണ്ടുപോയൊക്കെ ചെയ്തത്. പുള്ളി ആരോടും അങ്ങനെ സുഖമില്ല. അധികം മിങ്കിളിങ് ഇല്ലാത്തൊരു മനുഷ്യൻ, അതായിരിക്കാം. അതെയല്ല, എനിക്ക് വളരെ വിഷമമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം, ഒരാൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ചോദ്യം. ഞാനത് ആകെ സ്റ്റക്കായി പോയി. എനിക്ക് കുറച്ച് ദിവസത്തേന് ഉറക്കം പോലും വരുന്നില്ലായിരുന്നു. അതൊരു ബ്രാഹ്മണ ഇല്ല, ശാപാകുമോ ഇല്ലയോ എന്നൊക്കെ ഒരു പേടിയൊക്കെ ആയി. ഓ, അങ്ങനെയൊന്നുമില്ല. പുള്ളിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറഞ്ഞു. ആഹാ. നമ്മളിപ്പോ അങ്ങനെയൊന്നും ചിന്തിച്ചോണ്ട് നമ്മളൊരാളെ വേദനിപ്പിക്കാനോ ദ്രോഹിക്കാനോ വേണ്ടിയല്ലല്ലോ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അതെ അതെ. നല്ലത് വരണാൻ വേണ്ടിയല്ലേ പറയുന്നത്. ഇപ്പം പ്രഭു പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് പഠിച്ചു വന്ന കാര്യങ്ങൾ പറയുക. അതെ അതെ. ഞാൻ ഈ വളരെ യാഥാർത്ഥ്യം, അത് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞതും ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് അത് കൊണ്ടു ഞാനൊരു പ്രത്യേക വിഭാഗക്കാരെ എടുത്തു പറയുന്നതായിട്ട് ഒക്കെ തോന്നി. കാര്യം നമ്മൾ ഈ ഈ പൂജ ചെയ്യുമ്പോൾ ഫലകാംക്ഷയോടുകൂടി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഫലത്തിൽ ആസക്തരാകാൻ പാടില്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം റിലേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് ഭയങ്കര ഹെർട്ടായി. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇതിന്റെ ഭാവാർത്ഥം മാതാജി ഒന്ന് വായിച്ച് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് സംസാരിച്ചിട്ട് നിർത്താം. 7:30 തന്നെ നിർത്താം. കൃഷ്ണ കൃഷ്ണ കൃഷ്ണബോധം ബോധം എന്നാ പ്രഭു ഇത് വായിക്കാൻ അതില്ലാത്തവൻ കണ്ണ് കാണുമെങ്കിൽ വായിച്ചോ പ്രഭു. ഇല്ല, അമ്മ വായിച്ചോട്ടെ, ഞാനും എന്നാ കൂടെ വായിച്ചു. വായിച്ചോ. കൃഷ്ണാവബോധമുള്ളവനും അതില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം ആഗ്രഹങ്ങളുടെ കാര്യത്തിലാണ്. കൃഷ്ണാവബോധമുള്ള ആൾ അതിന്റെ വളർച്ചയ്ക്ക് ഉതകാത്തതായ ഒരു കർമ്മവും ചെയ്യുകയില്ല. ഭൗതിക കർമ്മങ്ങളിൽ താല്പര്യമേറിയ ഒരു അജ്ഞനെ പോലെ അയാൾ ചിലപ്പോൾ പ്രവർത്തിച്ചുവെന്ന് വരാം. എന്നാൽ അജ്ഞൻ അങ്ങനെ ചെയ്യുന്ന സ്വന്തം ഇന്ദ്രിയ പൂർത്തിക്ക് വേണ്ടിയും ഭക്തൻ ഭഗവത് പ്രീതിക്ക് വേണ്ടിയുമായിരിക്കും. അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ടത് എങ്ങനെയെന്നും അതിന്റെ ഫലങ്ങൾ കൃഷ്ണാവബോധത്തിന് ഉപയോഗപ്പെടുത്തേണ്ടത് എങ്ങനെയെന്നും ഭക്തന്മാർ ജനങ്ങൾക്ക് കാട്ടിക്കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മള് എന്താണ് ഹരേ കൃഷ്ണ. ഭക്തന്മാർ? ഹരേ കൃഷ്ണ മാതാജി. അപ്പൊ നമ്മൾ ഭക്തന്മാർ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നത്? നമ്മൾ ആചരിച്ച് കാണിച്ചു കൊടുക്കണം, അല്ലേ? ഒരു ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്മൾ എന്താണ് പറയുന്നത് പ്രവർത്തിക്കുക, അല്ലെങ്കിൽ ആ, ആ, ആചരിക്കുന്നത് രീതിയിൽ ആചരിക്കുന്ന, അതായത് പറയുന്ന രീതിയിൽ ആചരിക്കുക. അങ്ങനെയുള്ള ഒരാളാണല്ലോ ആചാര്യൻ നമ്മൾ പറയുന്നത്, അല്ലേ? നമ്മൾ പറയുന്ന അതേപടി പാലിക്കണം. നമ്മൾ ഒരു കാര്യം പറയും, നമ്മൾ വേറെ രീതി, ഞാൻ നിങ്ങളോട് മദ്യപിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് മദ്യപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിന് എന്തെങ്കിലും പൊട്ടൻസി ഉണ്ടോ? ആരെങ്കിലും കേൾക്കുവോ? ഇല്ല അപ്പൊ നമ്മൾ ഇല്ല ഇല്ല. അങ്ങനത്തെ എക്സാമ്പിൾസ് ഒക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അല്ലെ? ശ്രീരാമകൃഷ്ണ ആ, പരമഹംസന്റെ ഇടയ്ക്കല് ഒരു ശർക്കര കഴിക്കുന്ന ഒരു കുട്ടി. ഒരു മിനിറ്റ്. ഹലോ, പറഞ്ഞു പറഞ്ഞു. ഞാൻ ഒരു ക്ലാസ്സിലാണല്ലോ, ഞാൻ അത് കഴിഞ്ഞ് വിളിച്ചാൽ മതിയല്ലോ. ശരി ശരി. അപ്പൊ ഞാൻ എന്താ പറഞ്ഞോണ്ടിരുന്നത്, മറന്നുപോയല്ലോ. ആചാര്യൻ എന്ന് പറയുന്നത് ആചാര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പറയുന്ന രീതിയിൽ തന്നെ നമ്മൾ ജീവിതം കാണിച്ചു കൊടുക്കണം. നമ്മളൊരു എക്സാമ്പിൾ ആയിരിക്കണം, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഈ ഭക്തന്മാർ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. കപട ഭക്തി കാണിക്കാൻ പാടില്ല, കപട ഭക്തി, അല്ലെ? അതുപോലെ എന്താണ്, കൃഷ്ണാവബോധമുള്ള ആൾ അതിന്റെ വളർച്ചയ്ക്ക് ഉതകാത്തതായ ഒരു കർമ്മവും ചെയ്യുകയില്ല. ഭൗതിക കർമ്മങ്ങളിൽ താല്പര്യമേറിയ ഒരു അജ്ഞനെ പോലെ അയാൾ ചിലപ്പോൾ പ്രവർത്തിച്ചെന്ന് വരാം. എന്നാൽ അജ്ഞൻ അങ്ങനെ ചെയ്യുന്നത് സ്വന്തം ഇന്ദ്രിയപൂർത്തിക്ക് വേണ്ടിയും ഭക്തൻ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുമായിരിക്കും. അജ്ഞത നിറഞ്ഞ ആൾക്കാർ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഷോ കാണിക്കും, അല്ലേ? ഇങ്ങനെ ചിലരൊക്കെ എങ്ങനെയാണെന്നറിയോ, ഈ ഭക്തിമാർഗത്തിലൊക്കെ കുറേ ഷോ കാണിക്കും. ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കുറെ പേരെയൊക്കെ കാണിച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യും. ഞാൻ ഇന്ന് എൻ്റെ കുറച്ച് മുൻപേ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, നാട്ടിലുള്ള ആൾക്കാരുടെ പ്രേമ വൃന്ദാവനം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. ഞാൻ എൻ്റെ കൂടെ വൃന്ദാവനത്തിൽ വന്ന മാതാജിമാരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പം അതിൻ്റെ ക്ലാസ് ഇവിടുത്തെ സമയം 4 തൊട്ട്
6 വരെയാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ അതിൽ ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇതേപോലെ ചില ആൾക്കാര് അവര് ഒരാള് പട്ടിണി കിടക്കുവാണെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന ഒരാൾ അവരെ സഹായിക്കത്തില്ല. പക്ഷെ ഒരു 10 പേര് കാണുന്ന രീതിയിലുള്ള സംഭവമാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യും. പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു. കാര്യം ഭക്തിയുത സേവനം നല്ലതാണെങ്കിലും അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലാത്ത ഒരു കാര്യവും ചെയ്യില്ല, അല്ലേ? അപ്പൊ അങ്ങനെ അജ്ഞനെ പോലെ ഒരാൾ, പക്ഷെ കൃഷ്ണാബോധസ്ഥനായ ഒരാൾക്കാർ ചെയ്യുന്ന പ്രവൃത്തി ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും അദ്ദേഹത്തിന് ഒരു ആസക്തി ഉണ്ടാകത്തില്ല. ഭഗവാന്റെ സേവയിലും ഭഗവാന്റെ ഭക്തരെ സേവിക്കുക എന്നുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും അദ്ദേഹം വ്യാപൃതൻ. അതായത് മറ്റൊരു കാര്യങ്ങളിലും അദ്ദേഹത്തിന് വലിയ താല്പര്യം. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവൻ എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന് മാത്രം ചിന്തിക്കും, അല്ലെ? നമ്മള് ഇപ്പൊ 4 പേരുടെ കൂടെ ഒക്കെ നടന്ന് മദ്യപിച്ച് മതോന്മത്തരായിട്ട് നടന്ന് അതും ഇതൊക്കെ പറഞ്ഞ് ഈ കവലകളിലൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരെയാണ് എല്ലാവർക്കും ഇഷ്ടം. അല്ലാതെ നമ്മളൊരു ഭക്തിന്നോ അല്ലെങ്കിൽ ഒരു 2 നാമം ജപിക്കുകയോ അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ ഒരു പ്രണമിക്കുകയോ ഒക്കെ ചെയ്താൽ നമുക്ക് വട്ടാണെന്ന് പറയും. നമ്മുടെ വീട്ടിലുള്ള അച്ഛനമ്മമാർ വരെ പറയും ഇവൻ എന്തോ സംഭവിച്ചു, തക്കതായ എന്തോ തകരാറുണ്ടെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ, അല്ലെ? ഇവന് ചികിത്സിക്കേണ്ടി വരും, ഇവന് മാനസികമായ എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നന്നാവാനും സ്വന്തം വീട്ടിലുള്ള ആൾക്കാർ പോലും സമ്മതിക്കാത്ത ഒരു കാലമാണ്. ഒരാൾ നന്നാകുകയാണെന്ന് മദ്യപിച്ച് മതോന്മത്തനാണ് നടക്കുകയാണ്, ഈ മദ്യപാനായിരുന്നു ഇത് മതിയായിരുന്നു. കൃഷ്ണഭക്തനായ അത് പ്രശ്നം, ഈ മദ്യപാനിയായിരുന്നാൽ അത് മതിയായിരുന്നു. 4 കാല് എൻ്റെ ഇവിടെ ഞങ്ങളുടെ ഈ ദോഹയിലുള്ള ഞാൻ ചെയ്യുന്ന ഒരു സത്സംഗം, അതായത് രാവിലെ 11 മണിക്കാണ് അതിലെ ക്ലാസ്. ഓൺലൈനാണ്, ചിലപ്പോൾ ഒക്കെ ഫിസിക്കൽ ഉണ്ട്, എൻ്റെ വീട്ടിൽ വെച്ച് നടത്തുന്നത്. അതിലുള്ള ഒരു പ്രഭു ഉണ്ട്, കോടീശ്വരനാണ് പ്രഭു. ഇവിടുത്തെ തന്നെ വലിയൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണ് അദ്ദേഹം. എന്താണ്, 4 കാലം നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ അറിയുമായിരിക്കും. അദ്ദേഹം ഏത് സ്ഥാപനം നടത്തുന്നത് ഞാൻ പറയുന്നില്ല, കാര്യം എനിക്ക് അതിന് ഉദ്ദേശമില്ല. അപ്പൊ അദ്ദേഹം എന്താണ്, ഈ ഇത്രയും പണവും ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്തായിരുന്നു, ഭയങ്കരമായിട്ട് വെള്ളം അടിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ കൂടെ നടന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്. 4 പേര് പിടിച്ചുകൊണ്ടാണ് കിടത്തിക്കൊണ്ടിരുന്നത്. വന്നു കഴിയുമ്പോൾ ഭാര്യ എന്ത് ചെയ്യും, ഭാര്യ ഇത് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാ അടിച്ച് തരിപ്പണമാക്കും. ദേഹം മുഴുവൻ നീര് വെച്ച് കിടന്ന് പാട് കെട്ടിക്കൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് അവശയാക്കുമായിരുന്നു. അങ്ങനെ അങ്ങനെ നടന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ ഒരു പ്രഭു, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു പ്രഭുവാണ്, ഞാൻ എൻ്റെ കൂടെ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, ഇദ്ദേഹത്തെ ഒരു ദിവസം വെറുതെ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചോണ്ട് വന്നു. അങ്ങനെ ഞങ്ങളുടെ അന്നിവിടെ സത്സംഗം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡാം ഉണ്ടായിരുന്നു. ആ ഡാമിൽ കൊണ്ടുപോയി അവിടെ വന്ന് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന്റെ ജീവിത രീതി എല്ലാം അങ്ങ് മാറി. പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. പെട്ടെന്ന് തന്നെ അദ്ദേഹം ഈ പറയുന്ന വെള്ളമടിയൊക്കെ 1-2 മാസത്തിനകം അതെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുവന്നു. അദ്ദേഹം ഈ നോൺ വെജും എല്ലാം നിർത്തി. ഒരാളും പറഞ്ഞിട്ടും എല്ലാം നിർബന്ധിച്ചല്ല, നീ ഇങ്ങനെ ചെയ്യണമെന്ന് ഒരാളും പറഞ്ഞില്ല. അദ്ദേഹം തന്നെത്താനെ പരിവർത്തനം വരുത്തി ഭഗവത്ഗീത വായിക്കാൻ തുടങ്ങി, ഭാഗവതം വാങ്ങിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ പ്രസാദം അദ്ദേഹത്തിന്റെ ആയിരുന്നു. കാരണം ഇഷ്ടംപോലെ പൈസയുണ്ട്. അങ്ങനെ പ്രസാദം നിന്ന് കുട്ടികളും എല്ലാം വന്നു, മാതാജിയും വന്നു. കുട്ടികളെ 2 പേരുണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ കൃഷ്ണാബോധമൊക്കെ ചെയ്തു. ഭഗവത്ഗീത ഒക്കെ കുട്ടികൾ കീർത്തനമൊക്കെ കാണുന്ന എത്ര രസത്തിലായിരുന്നറിയും. അത് കഴിഞ്ഞ് ഈ കൃഷ്ണാവബോധത്തിൽ നിന്ന് 2-3 പേര് വിട്ടുപോയി. അവരെന്തൊക്കെയോ പറഞ്ഞ് ഈ മാതാജിയോട് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ മാതാജി പിന്നെ എന്ത് ചെയ്തു, ഭയങ്കര വഴക്ക് വീട്ടില്. നിങ്ങൾ പഴയ രീതിയിൽ കുടിച്ചിട്ട് വന്ന് എനിക്കിട്ട് 2 തല്ല് തന്നാലും മതി, നിങ്ങൾക്ക് എന്തോ സംഭവിച്ചു, വീട്ടിലിപ്പോ എല്ലാ ദിവസവും വഴക്കാണ്. ഇദ്ദേഹം ആരതി ചെയ്യാനായിട്ട് അവർ സമ്മതിക്കില്ല. പ്രസാദം ഉണ്ടാക്കി വെക്കുമ്പോഴത്തേനും അവർ പ്രസാദം അല്ലാത്ത രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കും. ഇങ്ങനെ എല്ലാ ദിവസവും വഴക്കാണ്. അതുകൊണ്ട് പ്രഭു എന്ത് ചെയ്തു, മൗനം വിദ്വാൻ ഭൂഷൺ എന്നുള്ള രീതിയിൽ മിണ്ടാതെ ഇരിക്കുന്നു. പക്ഷെ വളരെ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് പോകാനായിട്ട്, അല്ലേ? ഈ രീതിയിലാണെങ്കിൽ അതായത് നന്നാകാനും സമ്മതിക്കത്തില്ല. നമ്മൾ ഒരു സിനിമയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, കൃഷ്ണൻകുട്ടി നായരോട് APC-ലുള്ളതാ എനിക്ക് മദ്യപാനമൊക്കെ നിർത്തിയിട്ട് വന്നപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ആ മദ്യത്തിന്റെ സ്മെല്ലില്ലാതെ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നാൽ നിങ്ങൾ ഈ പൈസ ഇതും കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരുമെന്നും പറഞ്ഞ് അത് കഴിച്ചിട്ട് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ പോയി. മനസ്സിലായില്ല? അത് കഴിച്ചിട്ട് സൈക്കിൾ ഓടിച്ച് വന്നപ്പോഴത്തേന് അദ്ദേഹത്തിന്റെ ജീവൻ പോയി, ആക്സിഡന്റില്ലേ. മനസ്സിലായില്ലേ? പ്രഭു അത് പറഞ്ഞ പോലെ ഈ വികട സരസ്വതി ഒരു മന്ദര എന്ന് പറയുന്ന ആള് കാരണമാണല്ലോ ഒരു വികട സരസ്വതിയുടെ നാക്ക് വന്നതാണല്ലോ ഭഗവാനായ അദ്ദേഹം പോലും 14 വർഷം കാട്ടിക്കിടക്കേണ്ടി വന്നത്. അതെ. അപ്പൊ അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ആ ഒരു കലിയുഗത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അതായത് ആൾക്കാരെ നന്നാകാൻ ഒരാൾ കൃഷ്ണഭക്തനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നേരെ ജീവിക്കാനായിട്ട് അനുവദിക്കത്തില്ല.
ഒരു ഭക്തി വന്ന്, അതായത് നമ്മൾ ഏതൊക്കെ രീതി ഉഴപ്പി നടന്ന് കൂട്ടുകാരുകളായിട്ട് ഇഷ്ടംപോലെ പൈസ ചെലവാക്കി ഇങ്ങനെ നടന്നു കഴിഞ്ഞാലും അതൊക്കെ ഫാഷനാണ്. മനസ്സിലായില്ലേ? കുറെ പേരുടെ കൂടെ ഇങ്ങനെ നടന്ന് ഫേസ്ബുക്കിൽ അവിടെയൊക്കെ ചെയ്ത് പബ്ലിസിറ്റി കൊടുത്ത് നമ്മൾ കുറെ സെൽഫി ഒക്കെ എടുത്ത് നടന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ നല്ലവര്. അല്ലാത്ത രീതിയിൽ നമ്മൾ രണ്ട് ക്ഷേത്രങ്ങളിലും പോവുക, തീർത്ഥാടനത്തിൽ പോവുക, നാമം ജപിക്കുക, ഭഗവത്ഗീത ഇരുന്ന് വായിച്ച് കൃത്യസമയത്ത് വീട്ടിൽ വരിക, കൃത്യമായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതും ഇഷ്ടപ്പെടത്തില്ല വീട്ടിലുള്ളവർക്ക്. ആ ഒരു രീതിയിലേക്ക് വന്നിരിക്കുന്നു സമൂഹം, അല്ലെ? അപ്പൊ ഒരു ചെറിയ സ്റ്റോറിയും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് നമ്മൾ മുമ്പ് ഭഗവാന്റെ ഒരു ഇത് പറഞ്ഞില്ല, ഭഗവാനെ അനുകരിക്കാൻ ശ്രമിക്കുന്ന, ഇത് ഭാഗവതത്തിലൊരു കഥയല്ല, നേരിട്ട് നടന്ന ആണ്. ഭഗവാനെ അനുകരിക്കാൻ ഒരാൾ ശ്രമിച്ചു. അന്ന് ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം വാസുദേവൻ എന്നുള്ള പേരാണ് സ്വീകരിച്ചത്. അപ്പൊ പൗണ്ഡ്രക വാസുദേവൻ, പൗണ്ഡ്രക പൗണ്ഡ്രക വാസുദേവൻ. ആ അപ്പൊ ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഇദ്ദേഹം എപ്പോഴും, അതായത് കൃഷ്ണന്റെ പ്രശസ്തി ലോകം മുഴുവൻ ഇങ്ങനെ വരുവാണ്. കൃഷ്ണൻ അത് ചെയ്തു, ഇത് ചെയ്തു, കൃഷ്ണൻ അവരെ വധിച്ചു, ഇന്ന രാക്ഷസന്മാരെ വധിച്ചു. അദ്ദേഹത്തിന്റെ എന്താണ് ദിനചര്യയിൽ ഒരു 4-5 രാക്ഷസന്മാരെ ഡെയിലി അദ്ദേഹം വധിച്ചു. ഒരിക്കലും എന്താ പറഞ്ഞ ഈ ഒരാൾക്കും തന്നെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത രാക്ഷസന്മാരെയൊക്കെ എന്താണ് ബകാസുരനോ ധേനുകാസുരൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ആൾക്കാരെ വന്ന എല്ലാം നിഷ്പ്രയാസം കൃഷ്ണൻ വധിച്ചു. അപ്പൊ ഇങ്ങനെ കൃഷ്ണന്റെ പ്രശസ്തി ഇങ്ങനെ ലോകം മുഴുവൻ. അപ്പം എനിക്ക് കൃഷ്ണനാകാനായിട്ട് പറ്റണം എന്ന് കൃഷ്ണനെ അനുകരിക്കാൻ തുടങ്ങി. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു മഞ്ഞപ്പട്ടൊക്കെ എടുത്തു കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? 4 അദ്ദേഹം കൈകൾ. മയിൽപീലി വെച്ചു. അങ്ങനെ പല രീതിയിലും കൃഷ്ണനാകാനായിട്ട് നോക്കി. അങ്ങനെ ഒരുപാട് അനുകരണങ്ങൾ, അത് ഞാൻ കൃഷ്ണനാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ജനങ്ങളോടൊക്കെ. ഞാനാണ് കൃഷ്ണൻ, ശരിക്കുള്ള കൃഷ്ണൻ. അവിടെയുള്ള ദ്വാരകളിലെ കൃഷ്ണൻ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഞാനാണ് യഥാർത്ഥ കൃഷ്ണൻ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? കൃഷ്ണന്റെ കയ്യില് സുദർശനം ഉണ്ടല്ലോ, അല്ലെ? അപ്പൊ ഈ സുദർശനം പല പ്ലേറ്റുകളും വെട്ടിയിട്ടിട്ട് സുദർശന ചക്രം കയ്യിലിടാൻ നോക്കും. നേരെ നിൽക്കുന്നില്ല, ഒന്നുകിൽ കൈ മുറിയും, ശരിയായിട്ട് രീതിയിൽ കറങ്ങുന്നില്ല. അപ്പൊ ഈ ഒരു വിദ്യക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഒരു കാര്യം മാത്രം ഉണ്ടെങ്കിൽ എനിക്ക് ഗോവർദ്ധനം ഒന്നും ഉയർത്താനായിട്ട് പറ്റത്തില്ല, പിന്നെ ബാക്കി കാര്യങ്ങൾ വെണ്ണ കട്ടെടുക്കാനും അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇദ്ദേഹം ഭഗവാനെ അനുകരിക്കാനായിട്ട് ശ്രമിച്ചു. പിന്നെ കുറെ ഗോപസ്ത്രീകളൊന്നും അല്ലെങ്കിൽ കുറെ സ്ത്രീകളുടെ കൂടെ നൃത്തം ചെയ്യാനൊക്കെ ശ്രമിച്ചു. ഇദ്ദേഹം ഫ്ലൂട്ട് വായിക്കാൻ നോക്കിയിട്ട് അവസരങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. ഫ്ലൂട്ട് വായിക്കാൻ നോക്കിയിട്ട് ഭഗവാന്റെ വേണു, വംശി, അതുപോലെ തന്നെ മുരളി എന്നൊക്കെ പറയുന്ന ആ ഉടക്കുഴലി എന്നൊക്കെ പറയുന്ന നാദം എന്ത് അനശ്വരമാണ്, അല്ലെ? ഇത് മാത്രം അതീന്ദ്രിയമാണ്, അല്ലെ? ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമായിട്ടുള്ള അനുഭൂതിയാണ് തരുന്നത്. ഇദ്ദേഹം ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് എല്ലാം പരാജയപ്പെട്ടു. അപ്പൊ ഇദ്ദേഹം ശരിക്കും ആഗ്രഹിച്ചു. അപ്പൊ കൃഷ്ണന്റെ അടുക്കൽ ഈ വിവരം എത്തി, ഇതുപോലെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കൃഷ്ണൻ അവിടെ കിടന്ന് ഇങ്ങനെ ആള് കളിക്കുന്നുണ്ടെന്നുള്ള. കൃഷ്ണൻ അപ്പൊ എന്ത് ചെയ്തു? എനിക്ക് ഉപദ്രവമൊന്നും ഇല്ലല്ലോ, അവിടെ ഇരുന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേന് ശരിക്കും ഇദ്ദേഹം എന്ത് ചെയ്തു? ഇനി ഒരു സുദർശനത്തിന്റെ കുറവ് മാത്രമേ എനിക്കുള്ളൂ, ഒരു സുദർശനം എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. ഈ പൗണ്ഡ്രക വാസുദേവൻ ആഗ്രഹിച്ചു. അപ്പൊ സുദർശനം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ആഗ്രഹിച്ചു, സുദർശനം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ദർശനം കൊടുക്കുന്ന ആളല്ലേ? അപ്പം സുദർശനത്തെ എപ്പോൾ ഇദ്ദേഹം ആഗ്രഹിച്ചോ അപ്പോൾ സുദർശനം ഭഗവാന്റെ കയ്യിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് പോന്നു. നേരെ സുദർശനം ഇങ്ങോട്ട് വന്നു. സുദർശനത്തെ ഒരാൾ ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യും? ക്ലോസ്. ഇദ്ദേഹത്തിന്റെ കഥ അതോടുകൂടി കഴിഞ്ഞു. സുദർശനത്തെ ആഗ്രഹിച്ചു, സുദർശനം നല്ല വഴി പറഞ്ഞു കൊടുത്തു, അല്ലെ? നല്ല ദർശനം കൊടുത്തു അദ്ദേഹത്തിന്. എന്താണ്? മോക്ഷം. അപ്പം അതാണ് സംഭവിച്ചത്. ഭഗവാനെ അനുകരിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ഭഗവാന്റെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആചരിക്കുക, അതാണ് നമ്മൾ ശരിയായിട്ട് ചെയ്യേണ്ടത്. ഹരേ കൃഷ്ണ, ഹരി ബോൽ. സർവ്വം കൃഷ്ണാർപ്പണമസ്തു. എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ഒരു 5 മിനിറ്റ് സംശയം അല്ലെങ്കിൽ ഒരു പോയിന്റ് പറയാം. ഓരോരുത്തർക്കും എന്തെങ്കിലും മനസ്സിലായതിൽ നിന്ന് ഒരു പോയിന്റ്, ഒരു സെന്റൻസ്. ഇതിന് നമുക്ക് മനസ്സിലായത് ഭഗവാനെ ആരും അനുകരിക്കരുത്. നമ്മള് ഭഗവാനെ മനസ്സിലാവാഹിച്ചിട്ട് ഭഗവാൻ ചെയ്ത കാര്യങ്ങള് അതുപോലെ ചെയ്യുക എന്നുള്ളത്, ഇതുപോലെ അല്ല പ്രവർത്തിക്കുക. ഭഗവാനെ അനുകരിക്കുക, ഹരി അതുപോലെ ബോൽ. പ്രവർത്തിക്കുക. ഹരേ കൃഷ്ണ മാതാജി. മനസ്സിലായത്. പ്രഭു, ഞാന് ഈ ആദ്യമായിട്ട് ഈ ഇസ്കോൺ എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ കൃഷ്ണ അസോസിയേഷൻസ് ഉണ്ടെന്ന് തന്നെ കേൾക്കുന്നത് 2002 അന്ന് ഞാൻ ആദ്യമായിട്ട് 2002 നമ്മുടെ ബാംഗ്ലൂർ രാജാജി നഗറിലാണ് ആദ്യമായിട്ട് ഞാൻ ഇത് കാണാൻ പോകുന്നത്. അതെ. അപ്പൊ അന്ന് ഇത് കാണുമ്പോൾ എനിക്ക് ഒരു ഭയങ്കര അത്ഭുതമാണ് തോന്നുന്നത് ആ സംഭവം കാണും. കാരണം ഞാൻ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്ഷേത്രത്തിന്റെ വേറൊരു മാതൃകയാണ്. ലക്ഷൂറിയസ്. അതിനകത്തിലിരിക്കുന്ന ഭഗവാന്മാരിരുന്ന് തിളങ്ങുന്നു, സ്വർണ്ണത്താലും വജ്രത്താലും ഒക്കെ ഇരുന്ന് ഇങ്ങനെ തിളങ്ങുക.
അപ്പൊ ഞാൻ ആലോചിച്ചു ഇത് ഇവിടെ എനിക്ക് സത്യം പറഞ്ഞ ഓട്ടോമാറ്റിക്കലി അവിടെ ചെന്നപ്പോ എനിക്ക് വലിയ ഭക്തിയൊന്നും തോന്നിയില്ല. ഉം ഉം. ആ സ്പോട്ടില് എനിക്ക് വലിയ, കാരണം ഇതിന്റെയൊക്കെ പ്രകാശങ്ങൾ അടിച്ചും ഒക്കെ ഇങ്ങനെ നോക്കി. എങ്കിലും കുറെ അവിടത്തെ ആ സന്യാസ ഋഷി അവരുടെ നാമജപങ്ങളും കാര്യങ്ങളും എല്ലാം, ഇപ്പം പ്രഭു പറഞ്ഞ പോലെ ഞാൻ എനിക്ക് ഈ കീർത്തനം കേൾക്കുന്നതും കച്ചേരി കേൾക്കുന്നതും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോയി ഇരിക്കുകയും ചെയ്യും. അമൃതാനന്ദമയി നല്ലോണം പാടുന്ന ഒരു സ്ത്രീയെ. ഉം. അവര് ഈ പറഞ്ഞ പോലെ ഈ നമ്മളിപ്പോ അടച്ച് എല്ലാ സന്യാസിമാരെയും നമ്മൾ ആക്ഷേപിക്കാനും പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല. ഉം ഉം. അവര് ഒരു ശക്തി ഉണ്ടെന്ന് അവര് തെളിയിക്കുന്നില്ല. ഉം ഉം ഉം. അറ്റ്ലീസ്റ്റ് സായിബാബ ഒന്നുമില്ല, ഭസ്മമെങ്കിലും കയ്യിലെടുക്കുന്നുണ്ട്. ഉം 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 ഉം. അമ്മ ഒരിക്കലും അങ്ങനെ ഒരു ഇത് കാണിച്ചില്ല. അവരെപ്പോഴും പറയുന്നത്, ഞാൻ എന്നോട് പലരും പറയും, ഞാൻ അവിടെ പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അവരുടെ അടിമയാവും അടിമയാവും അടിമയാവും. എന്റെ ചെവിയിൽ അവർ ഇന്ന് വരെ ഓതിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നല്ലവണ്ണം പഠിക്കുക, നല്ല ഭാവി ഉണ്ടാവും. ഉം ഉം. അതല്ലാതെ വേറൊരു വാക്കുകൾ എന്നോട് അവർ പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ എനിക്കത് ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഉം ഉം ഉം. ചിലര് പറയും, ചിലര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ അടുത്ത് ഒരു 5 ഏക്കർ വസ്തു എഴുതി തരാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. ഉം. അതെ. പക്ഷേ ഒരു 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 കാര്യം എന്ന് പറഞ്ഞാല്, ഇവരൊക്കെ ചെയ്യുന്ന ഒരു സംസ്കൃതിയുണ്ട്. ആ സംസ്കൃതിയിൽ ഇത്രയും ആൾക്കാരെ ഊന്നി കൊണ്ടുവരാൻ പറ്റുന്നുണ്ടല്ലോ. അതെ, അത് വളരെ വലിയ കാര്യമാണ്. സനാതന ധർമ്മത്തിലോട്ട് എത്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഉം. എന്തുവാണ് ഭഗവാനെന്നും എന്തുവാണ് ദേവിയെന്നും നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പറയാനും, ഈ ലോകം മൊത്തം 5 കോടി ജനങ്ങൾ അവരെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ശക്തി ദൈവം കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. ഉം. എന്ന് വെച്ച് ഞാനിപ്പോ പറയുന്ന മറ്റേ ഓഷോ രജനീഷോ, അദ്ദേഹം വേറൊരു ലെവലാണ്. ഉം. പിന്നെ ഈ വെസ്റ്റ് ഇൻഡീസിൽ ഇപ്പൊ പോയ മറ്റേ ഒരു സ്വാമി ഉണ്ടല്ലോ, സ്വന്തമായിട്ട് ഒരു ഇതൊക്കെയുള്ള നിത്യാനന്ദ. 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 ഉം. അദ്ദേഹത്തിനെ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. ഉം. ഇപ്പം ഋഷീശ്വരന്മാര് നമ്മൾ ഈ സംഗീതപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ത്യാഗരാജസ്വാമി ഉൾപ്പെടെ, സൂർദാസ് ഉൾപ്പെടെ, കബീർദാസ് ഉൾപ്പെടെ, അങ്ങ് എന്തുമാത്രം അവരൊക്കെ ഈ 32 വയസ്സ് കാലഘട്ടം വരെ ജീവിച്ചിരുന്നതില് ഈശ്വരനെ പറ്റി മാത്രം എഴുതിയിട്ടുള്ള ആൾക്കാർ. അപ്പൊ അവരൊക്കെ ദൈവത്തിൽ നിന്ന് വന്നവര് തന്നെ. തീർച്ചയായിട്ടും പ്രഭു, ഞാൻ പ്രഭു പറഞ്ഞതിന്റെ ആൻസർ ആയിട്ട് പറയാം. പ്രഭു, ഇവരെല്ലാം നമ്മുടെ ആചാര്യന്മാരാണ്, നമുക്ക് നല്ലത് പറഞ്ഞു തരാണ്ട് വരുന്നത്. ആ ആചാര്യൻ അതെ, എന്നുള്ള ലെവല് വിട്ടിട്ട് ഞാൻ ഭഗവാനാണെന്ന് പറഞ്ഞാൽ മാത്രമേ അതിൽ പ്രശ്നമുള്ളൂ. അത്രേ അല്ല ഉള്ളൂ. എങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളും അവർ എല്ലാം തന്നെ വളരെ നല്ല ശ്ലാഘനീയമാണ്. അവരുടെ പ്രവൃത്തികളൊക്കെ എപ്പോൾ ഞാൻ എന്താണ് ഭഗവാനാണെന്ന് സ്വയം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭഗവാൻ ചെയ്യുന്ന പോലെ രീതിയിൽ ചെയ്യുവാണെങ്കിൽ മാത്രമേ അതിൽ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ, ഇത്രയും പേർക്ക് വീടുണ്ടാക്കി കൊടുക്കുക, ഇത്രയും പേർക്ക് ഇത്രയും പേരെ ഭക്തിയുതയിൽ വളരെ മോശമായിട്ട് നടന്ന എത്രയോ പേര് അവരെ ഭക്തിയുത സേവനത്തിലേക്ക് അവർ കൊണ്ടുവന്നു. അതൊക്കെ ചെയ്ത അതും ഇത്രയും നമ്മൾ ഓർക്കുമ്പോഴത്തേനും അവർ ഏത് സാഹചര്യത്തിൽ നിന്നാണ് അവർ വന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് അറിയാം അവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു കഴിവൊന്നും ഇല്ലാതെ അവരെന്തായാലും ഈ ഒരു പൊസിഷനിൽ എത്തത്തില്ല. ഇത്രയും രാഷ്ട്രങ്ങളിൽ ഒരു ഭാഷ പോലും അറിയാതെ നമ്മുടെ UN പോലും ചെന്നിട്ട് ഞാനൊരു 3 പ്രാവശ്യത്തോളം പോയിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം എൻ്റെ ഒരു എൻ്റെ ഒരു ബന്ധുവിന്റെ കൂടെ ഇങ്ങനെ ഒരു ടൂറിന് പോയപ്പോൾ ഒരു വലിയ ടൂറിസ്റ്റ് ബസ്സിലാണ് പോയത്. അതുപോലെ തന്നെ അപ്പൊ എന്റെ ചെവിയിൽ പറഞ്ഞത് പൊന്നുമക്കളെ എന്ന് പറഞ്ഞു. ഇനി എൻ്റെ ഒരു കൂട്ടുകാരന്റെ കല്യാണം ഉണ്ടായിരുന്നു. അങ്ങനെ 3 പ്രാവശ്യം മൊത്തത്തിൽ ഞാൻ പോയിരുന്നു. പോയപ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞ ഇത്രയാണ്, മണിക്കൂറുകൾ നമ്മൾ ക്യൂ നിന്ന് കഴിഞ്ഞിട്ട് ഉണ്ണിക്കുട്ടാന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. അത്രയൊക്കെ പറഞ്ഞു, വേറൊന്നും പറഞ്ഞില്ല. അതിനുള്ള സമയമില്ല, ആൾക്കാർ ഇത്രയുണ്ട്. അപ്പം എനിക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ പറയുക, അവര് പറയുന്ന ആ ഒരു നല്ല കാര്യങ്ങൾ മാത്രം എടുക്കുക. പിന്നെ അതെ, പിന്നെ ഞാൻ ഈ പറയുന്ന ആരെ പറ്റിയാണെങ്കിൽ, ഞാൻ പ്രത്യേകിച്ച് ഒരാളെ പറ്റി പറയുന്നില്ല, ആരെങ്കിലും നമ്മളിപ്പോ ഈ പൗണ്ടർക വാസുദേവനെ കണ്ട പോലെ ഇത് വിട്ടിട്ട്, അതായത് ഗുരു എന്നുള്ള ഒരു ലെവല് വിട്ടിട്ട് ഞാൻ ഭഗവാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെയാണ് അതിന്റെ പരാജയം വരുന്നത്. ആ പൊട്ടൻസികൾ പോകുന്ന അവിടെയാണ്. നമ്മൾ എപ്പോഴും സത്യം. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളും ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു ഇതേ രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞ് ഉപദേശിക്കുന്ന ആ ഒരു വ്യക്തിയെ, ഭഗവാനിലേക്കുള്ള വെളിച്ചം നടത്തുന്ന ആളാണ് ഗുരു എന്ന് പറയുന്നത്. ആ ഗുരുവിന്റെ ലെവല് വിട്ടിട്ട് ഞാൻ സ്വന്തം ഭഗവാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അവിടെ പരാജയം വരുന്നത്. അല്ല ഒരു കുഴപ്പമില്ല. അതാണ്. അത് പ്രഭു ഇപ്പൊ ഞാൻ അതിനകത്ത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. നമ്മള് ഈ ബാംഗ്ലൂർ ഇസ്കോണിൽ രാജാജി നഗറിൽ തന്നെ തൊട്ടിപ്പുറത്ത് ഒരു ഇൻഫന്റ് ജീസസ് ചർച്ച് ഉണ്ട്. ഇൻഫന്റ് ജീസസ് ചർച്ച്. ഇൻഫന്റ് ജീസസ് സകല ഹിന്ദുക്കളും അവിടെ പോകും.
ഓക്കെ. ഈ എത്ര ക്രിസ്ത്യാനികൾ, എത്ര ഹിന്ദുക്കള് ഇതിനകത്ത് കയറുന്നുണ്ടെന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. ഇപ്പൊ ഓക്കെ, ഇപ്പം ഇസ്കോണുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആ അമ്പലം. എങ്ങനെ ഇത് മാറുന്നു അത് നമുക്കറിയത്തില്ല. നമ്മുടെ സമാജങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ഫ്രാഡുത്തരം കാണിക്കുന്നത്. അതെ അതെ, നമ്മുടെ ഈ ജാതി സമുദായങ്ങളുണ്ടല്ലോ അവര് തന്നെയാണ് ചെയ്യുന്നത്. അടിസ്ഥാനപരമായി ഇവർ ഇപ്പൊ ഈ പണ്ടുള്ള, ഞാൻ പറയട്ടെ, ഇപ്പൊ ഇന്നലെ ഒരു സംവാദം നമ്മുടെ കർമ്മ ടി വിക്കകത്ത് ഒരു സംവാദം ഉണ്ടായിരുന്നു. ടി ജി മോഹൻദാസ് സാറൊക്കെ ഉണ്ട്. അത് ഒരു കാര്യം പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ മലബാർ ഏരിയയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉണ്ടെന്ന് പറയുന്നത്. മുസ്ലിംസ് വന്നിട്ട് 1500 വർഷമായുള്ളൂ. വന്നെങ്കിൽ തന്നെ ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ അവര് ഇറാനിൽ നിന്നും അഫ്ഗാനിൽ നിന്നും വന്നവരല്ല. അവിടുന്ന് വന്നിട്ടുള്ളവര് സൂഫികൾ അവരുടെ ദൈവകാര്യങ്ങൾ മാത്രം പറയുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ അന്നുണ്ടായിരുന്ന കീഴ്ജാതിയിൽപ്പെട്ട ആൾക്കാരെ എല്ലാം അവർക്ക് സ്വസ്ഥമായിട്ട് ലിബറലായിട്ട് ജീവിക്കാൻ പറ്റണമെന്ന ആഗ്രഹത്തോടെ ഈ മതത്തിൽ ചേർന്ന കൂടുതലും. അതെ, അങ്ങനെയാണ്. അപ്പോഴും നമ്മൾ തന്നെ തെറ്റുകാര്. നമ്മളത് ശരിയല്ല, നമ്മുടെ ഇതിലെ ജാതി വ്യവസ്ഥ ഇത് ജാതി ഭിന്നിപ്പിച്ച് വ്യവസ്ഥ ഭരിക്കുകയാണ് മുഗളന്മാരും ബ്രിട്ടീഷുകാരും കൊണ്ടുവന്ന ആ തന്ത്രം നന്നായിട്ട് മുതലാക്കിയവർ. മുതലാക്കി. അതിനെ നമ്മള് രാഷ്ട്രീയപരമായി പറയുകയാണെങ്കിൽ പക്ക ഈ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയും, ഒരുപാട് പേര് കോൺഗ്രസ് ഇതിനകത്തിലുണ്ട്, എന്റെ ഭാര്യ ഉൾപ്പെടെ. എങ്കിലും ഞാൻ പറയാം, ഇത്രയും ഈ സ്വന്തം കുടുംബം നോക്കാൻ വേണ്ടി മുൻകൈ എടുത്ത ഒരു പാർട്ടി വേറെ ഇല്ല. അതെ. അപ്പം പ്രഭു, ഇത് നമ്മളുടെ ഈ പറയുന്ന ഇപ്പോഴത്തെ നമ്മളുടെ പ്രമുഖരായിട്ടുള്ള 2 വ്യക്തികളുണ്ട്, ജാതി സമുദായങ്ങളുടെ നേതാക്കൾ, അതായത് NSSന്റെയും SNDPയുടെ ഒക്കെ. അവരൊക്കെ തന്നെ ഒരിക്കലും ഒക്കുകയില്ലാത്ത രീതിയിൽ ആക്കി വെച്ചിരിക്കുക, പെയ്ഡ് ആക്കി മാറ്റിയിരിക്കുക അവരെ, രാഷ്ട്രീയക്കാരെ. ഒരിക്കലും അവര് രണ്ടുപേരും ഒരുമിച്ചിരിക്കും, പല കാര്യങ്ങളും ചർച്ച ചെയ്യും, ഒരിക്കലും ഒന്നിക്കില്ല. പുറത്ത് പറയത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നു. അതായത് ഭിന്നിപ്പിച്ച് ഭരിക്കുക. അതായത് എന്തെങ്കിലും ഒരു അവിടുന്ന് ചിലപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡയലോഗ് ഇദ്ദേഹം വിടും, അപ്പൊ മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരിക്കലും ഒന്നിക്കാനായിട്ട് സാഹചര്യം രാഷ്ട്രീയക്കാർ ഉണ്ടാക്കത്തില്ല. ഒന്നിച്ചു കഴിഞ്ഞാൽ വലിയ ശക്തിയായി മാറും. അതുകൊണ്ട് ഒരിക്കലും ഒന്നിക്കാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഇപ്പൊ പ്രഭു പറഞ്ഞാല് ഈ കുംഭമേള ലോകം മൊത്തം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കുംഭമേള കേരളം മാത്രം നോക്കുന്നില്ല. കേരളത്തിൽ ഒരു മാധ്യമങ്ങൾ എഴുതിയിട്ടില്ല. ലോകം മൊത്തം. ഇപ്പൊ തന്നെ ഏകദേശം 30 കോടി ജനങ്ങളായി കഴിഞ്ഞു, വന്ന് സ്നാനം ചെയ്ത് കഴിഞ്ഞു. ഇന്നലെ 2-3 ടെററിസ്റ്റിനെ പൊക്കി, സ്വാമി വേഷത്തിൽ തന്നെ പൊക്കിയവര്. 23,000 ഡ്രോണോട് കൂടി ഫുൾ സെറ്റപ്പിൽ 10,000 കോടി ചെലവാക്കണമെങ്കിൽ ഭയങ്കര ഒരു പിൽഗ്രീം തന്നെയാണത്. അതില് UP സർക്കാർ കാശുണ്ടാക്കിയാലും ഇവര് നോക്കേണ്ട ആവശ്യമില്ല. ഒരാൾ 50 രൂപ ചെലവാക്കിയാലും അത്രയും കോടി രൂപയായി. അത് നല്ല കാര്യം തന്നെയാണ്. അവിടെ എന്തെങ്കിലും അനാവശ്യം നടക്കുന്നുണ്ടോ? അവിടെ പിടിച്ചുപറി നടക്കുന്നുണ്ടോ? എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഇത് നടക്കുന്നുണ്ടോ? അവിടെ ആൾക്കാർ വരുന്നു, സ്നാനം ചെയ്യുന്നു, അമേരിക്കയിൽ നിന്ന് വരുന്നു, മറ്റിടത്തുനിന്ന് വരുന്നു, മറിച്ചിടത്തുനിന്ന് വരുന്നു. ലോകം മൊത്തം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. എന്തിനും ഇവിടുത്തെ രാജാവ് വരെ പറഞ്ഞല്ലോ ഇത്രയും വലിയൊരു ഇത് ആദ്യമായിട്ട് കാണുവാണ്. ഖത്തറിലെ രാജാവാ? ഇവിടുത്തെ രാജാവ് വരെ അത്ഭുതപ്പെട്ടിരിക്കുകയല്ലേ. അതെ. അപ്പം ഹരേകൃഷ്ണ പ്രഭു, എനിക്ക് ഇന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. ഹരേകൃഷ്ണ മാതാജി എന്തെങ്കിലും പറയണ്ട? അപർണ മാതാജിക്ക് എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടോ? അത് അപർണ എന്നുള്ള പേരേ ഉള്ളൂ. അപർണ വിദ്യയാണ്. മോളുടെ പേര് അപർണ. അതെയാ? ഭൗതിക ശക്തികളെ വെല്ലുവിളിക്കാൻ പാടില്ല, പോകരുത്. അതായത് ഭഗവാന്റെ ശക്തികളെ ഒന്നും തന്നെ ഈ ഭൗതിക പ്രകൃതി നമ്മൾ വെല്ലുവിളിക്കാൻ പാടില്ല. കാര്യം ഭൗതിക പ്രകൃതിയുടെ ശക്തികളെ നമുക്ക് ഒരിക്കലും അതിജീവിക്കാൻ സാധ്യമല്ല. ഒരു സയൻസിനും ശാസ്ത്രത്തിനും അതിന് സാധിച്ചിട്ടില്ല ഇതുവരെ, അല്ലെ? ഭഗവാന്റെ ശക്തികൾ, ഭഗവാൻ ഈ സന്തുലനാവസ്ഥ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ആ പ്രകൃതിയെ പൂർണ്ണ അധികാരമായിട്ട് നിർത്തിയിരിക്കുകയാണ്. അതായത് നമ്മൾ COVID-19 ഇറക്കി വിട്ടിട്ട് കുറെ ജനസംഖ്യ ഭഗവാൻ അങ്ങ് വലിപ്പിച്ചു, അല്ലെ? ഈ ജനസംഖ്യാ വർധന ഉണ്ടാകുമ്പോൾ പ്രകൃതിയുടെ തന്നെ ഓട്ടോമാറ്റിക്കലുള്ള നിയമമാണ്, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കും. നേരത്തെ സുനാമി വന്നു, അതുപോലെ തന്നെ COVID-19 ആയി, ഇപ്പം വന്നപ്പോൾ ഇനി അത് ഏതൊക്കെ രീതിയിൽ എങ്ങനെ വരുമെന്ന് നമുക്ക് അറിയത്തില്ല. കലിയുഗം ഇങ്ങനെ പ്രോഗ്രസ് ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ദശാവതാര കീർത്തനുണ്ട്. അതിൻ്റെ അകത്ത് ഓർക്കിൽ എത്രയും പേടിയാം ഇന്നിമേൽ കൽക്കിയായിട്ട് അവതരിക്കുന്നതും ഖഡ്ഗവുമേന്തി
മ്ലേച്ഛരെയൊക്കെയും വെക്കം കൊല്വതും കാണണം ഗോവിന്ദ. കേട്ടിട്ടുണ്ടോ മാതാജി? കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ഉണ്ട്. ഓർക്കിയിൽ എത്രയും പേടിയാം ഇന്നിമേൽ ഇല്ല. കൽക്കിയായിട്ട് അവതരിക്കുന്നത് ഖഡ്ഗവുമേന്തി മ്ലേച്ഛരെയൊക്കെയും. ആ അടിവരെ എന്നിട്ട് മ്ലേച്ഛർ. ആരാണ് മ്ലേച്ഛർ അത് എന്ന് ശരി. നിങ്ങൾ ചിന്തിച്ചു. ഞാൻ പറയുന്നില്ല ആരാണെന്ന്, പറയാൻ പറ്റത്തില്ല. അപ്പം ഈ ഉം. കൽക്കി അപ്പൊ അവതാരം ഇവിടെ പറയാൻ പറ്റത്തില്ല എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് പറയാൻ ഇവിടെ ഞാൻ പറ്റത്തില്ലേ? പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വ്യക്തം. മ്ലേച്ഛരെയൊക്കെയും. അപ്പൊ ഈ മ്ലേച്ഛരെ വധിക്കാനായിട്ടാണ് ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കുന്നത്. അപ്പം ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മ്ലേച്ഛര് കൂടുന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ കൃഷ്ണാവബോധം പ്രചരിപ്പിക്കാനായിട്ടും കൃഷ്ണഭക്തിയിലേക്ക് ആൾക്കാർ വരുന്നില്ല എന്നുള്ളതിനൊക്കെ ഉത്തമ ഉദാഹരണം ഇത് കലിയുഗത്തിന്റെ ഒരു പ്രത്യേകതയാണിത്. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഭഗവാൻ കലിയുഗത്തിന്റെ അന്ത്യത്തിൽ ഇവരുടെ ആധിക്യം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഭഗവാൻ കൽക്കി അവതാരം എടുത്തു. അത് ഈ മഹാപ്രളയം കഴിഞ്ഞിട്ട് പിന്നെ സത്യയുഗം മുതൽ വീണ്ടും തുടങ്ങുന്നു. അപ്പൊ ഈ ഒരു യുഗം അവസാനിക്കുന്ന ഇവരുടെ ആധിക്യം കൊണ്ടാണ്. കാര്യം ഇവര് വന്നു കഴിഞ്ഞാൽ തന്നെ സർവനാശമല്ലേ. ഇപ്പൊ എവിടെയൊക്കെ പോയോ അവിടെ എല്ലാം സർവനാശമാണ്, അവിടെ എല്ലാ യുദ്ധവും പ്രശ്നങ്ങളുമാണ് ഏത് സ്ഥലത്ത് അതെ ചെല്ലുന്നു. അപ്പൊ ഇവരുടെ അതെ ആധിക്യം ഉണ്ടാകും. കേരളത്തിൽ ഇനി നമുക്ക് എത്ര വർഷം കൂടെ താമസിക്കാൻ പറ്റും? നമ്മൾ യു പിയിലോ അവിടെ എവിടെയെങ്കിലും പോയി 2 സെന്റ് സ്ഥലം വാങ്ങിക്കുവാണെങ്കിൽ അവസാന കാലത്ത് അവിടെ പോയി നമ്മളെ സമാധാനത്തോടെ ഭഗവാന്റെ വൃന്ദാവന ധാമത്തിലൊക്കെ പോയി നമുക്ക് ജീവൻ ഉപേക്ഷിക്കാൻ പറ്റും, ശരീരം ഉപേക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പൊ അവര് ആ ടാർഗറ്റ് ഇട്ടിട്ട് 2040 ടാർഗറ്റ് ഇട്ടിട്ട് അവര് ഓരോ പ്രദേശങ്ങളിൽ, ഞങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ അവർ ഒറ്റ ഒരെണ്ണം പോലും ഇല്ലായിരുന്നു. ഇപ്പൊ ഒക്കെ അവരുടെ പ്രേയേഴ്സ് ഒക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. എന്താ പറയുന്നത്, ഈ പറയുന്ന ദീപാരാധന സമയത്തൊക്കെ നമ്മള് പ്രേയേഴ്സ് ഒക്കെ കേൾക്കുന്ന അവരുടെയാണ്. അവര് 3-4 പേര് വന്ന് എവിടെയെങ്കിലും സ്ഥലം മേടിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ സെറ്റപ്പ് അവിടെ ഉണ്ടാക്കി, അവരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി, അവരുടെ ബിസിനസ് തുടങ്ങി, പിന്നെ ആ ആ ഒരു രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് പോകണം. ഭയങ്കര ടാർഗറ്റ് ആണ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണം. എല്ലാവർക്കും നിർദ്ദേശങ്ങളാണ്. നമ്മൾ അതുപോലത്തെ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ? നമ്മുടെ ഇല്ല. നമ്മുടെ കൃഷ്ണാബോധത്തിൽ നമ്മൾ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ എത്ര പേര് കയറി? നമ്മളിപ്പോ മൊത്തത്തിൽ 4 പേരുണ്ട് അല്ലേ? എന്തുകൊണ്ട് പറ്റുന്നില്ല? അതെ. ഇപ്പം മറ്റുള്ള ആൾക്കാരോട് കൃത്യമായിട്ട് നീ ഇത്തരം കയറണം എന്ന് പറഞ്ഞാൽ അവർ കയറിയിരിക്കും. ഇന്ന ദിവസം 100%. നിനക്ക് ഇത് പഠിക്കാനായിട്ട് നീ ഇന്ന സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ കുട്ടികളെയും വിടും, അവരും പോകും. എന്തുകൊണ്ട് നമ്മൾ വരുന്നത്? ആ എത്ര പേർക്ക് ഇവിടെ കയറാണ്ട് പറ്റി? ശരിയാ. കയറാണ്ട് വരാനും പറ്റത്തില്ല. എല്ലാവർക്കും ഓരോ അസൗകര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ. ഭഗവാൻ വന്ന് കൽക്കി അവതാരം എടുക്കാൻ ഇടയാക്കണം. നമ്മൾക്ക് അതിനു മുൻപേ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചു പോരുമ്പോൾ നമ്മൾ മൃഗതുല്യമായ ഒരു ജീവിതം ജീവിച്ച് ജനിച്ചും മരിച്ചും പോകേണ്ട ആവശ്യമുണ്ടോ? നമ്മൾക്ക് സ്വല്പം അല്പസ്യ ധർമ്മസ്യ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സ്വല്പം അല്പസ്യ ധർമ്മസ്യ. നമ്മളെ കൊണ്ട് വലിയ കഴിവൊന്നുമില്ല. നമ്മൾ മോദിയല്ല, നമ്മൾ യോഗിയല്ല. പക്ഷെ നമ്മള് എന്താണ്? സ്വല്പം അല്പസ്യ ധർമ്മസ്യ. ഭഗവാൻ പറയുന്നത് സ്വല്പം അല്പമെങ്കിലും നീ ചെയ്യൂ, ഭക്തിയുത സേവനം ചെയ്യൂ. ബാക്കി കാര്യങ്ങൾ എന്താണ്? ഭഗവാന് താൻ പാതി ദൈവം പാതി എന്നല്ലേ. നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ ആ, പറ്റുന്ന പ്രവൃത്തി നമ്മൾ ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ഭഗവാൻ വന്ന് നമ്മളെ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്യാനായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം. നമ്മൾ എന്താണ്, രാഷ്ട്രം നന്നാക്കാനായിട്ട് നമ്മൾ പോകുന്നുണ്ട്. ഒരുപാട് പേര് രാഷ്ട്രചിന്തയുള്ളവരുണ്ട്, ദേശീയബോധം ഉള്ളവരുണ്ട്. പക്ഷെ അവർക്ക് ഭഗവാൻ എന്നുള്ള ബോധമില്ല. കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് രാഷ്ട്രബോധമുള്ള, ഞാൻ പ്രത്യേകിച്ച് ഒരു സംഘടനയുടെ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ആ വളരെ നല്ല സംഘടനയാണ്. ആ സംഘടന ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ പേടിയില്ലാതെ ജീവിച്ചു പോകുന്നതും. പക്ഷെ അവരൊക്കെ അവിടെ ഭഗവാൻ എന്നുള്ള പൊട്ടൻസി അവർ വരുന്നില്ല. കാര്യം അവരൊക്കെ പറയുന്നത് ഭഗവാൻ ഗോവർദ്ധന എടുത്തു നിർത്തി നിങ്ങളൊരു സങ്കല്പമായിട്ട് കരുതിയാൽ മതി, ഒരു കഥയായിട്ട് കരുതിയാൽ മതിയെന്ന്. എന്തുകൊണ്ട് ഈ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ ഉദരത്തിൽ ധരിച്ചിരിക്കുന്ന ഭഗവാന്, എന്തുകൊണ്ട് നമ്മുടെ ഭഗവാൻ അത്ര ശക്തിയില്ലേ? ഒരു ഗോവർദ്ധന പർവ്വതം പോലെയുള്ള ഈ ചെറിയ പർവ്വതം, നമ്മൾ 24 കിലോമീറ്ററിന് ആ ഒരു പർവ്വതം എടുത്ത് ഭഗവാൻ ഉയർത്താനായിട്ട് സാധിക്കത്തില്ലേ? ഒരു കഥയായിട്ട് കരുതിയാൽ മതി, സങ്കല്പമായിട്ട് കരുതി. അപ്പൊ ഇത് മുഴുവൻ കഥയാണോ? അപ്പൊ നമ്മുടെ കൂടെ ഉള്ളവർക്ക് പോലും ഇതൊന്നും ഉൾക്കൊള്ളാനായിട്ടൊന്നും സാധിക്കുന്നില്ല, ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് കെട്ടുകഥയായിട്ടാണ് ആൾക്കാർ ധരിക്കുന്നതും പറഞ്ഞു കൊടുക്കുന്നതും മറ്റുള്ളവർക്ക്. ഞാൻ 1-2 സ്പീച്ചസ് കേട്ടു. ഭയങ്കര വലിയ പ്രബുദ്ധി പ്രസംഗമാണ് നടത്തുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് പറഞ്ഞ് അവര് പഠിപ്പിക്കുന്ന ഈ രീതിയിലാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം മറ്റുള്ളവരെന്താണ്, അവരുടെ മതം ആദ്യം പഠിപ്പിച്ചിട്ടാണ് ബാക്കിയുള്ള രാഷ്ട്ര പ്രവർത്തനങ്ങളോ അങ്ങനത്തെ എന്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്നത്. ആദ്യം അവനവന്റെ മതം പഠിച്ചിരിക്കണം, ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കിയിട്ട് രാഷ്ട്രം നന്നാക്കാൻ ഇറങ്ങിയാലേ ഉള്ളൂ ഭഗവാന്റെ എന്താ ഒരു ഇതുണ്ടാകും, കൃപയുണ്ടാകത്തുള്ളൂ. അല്ലാത്തവർക്ക് എന്താണ്, പൊട്ടൻസി ഇല്ല. വീടുണ്ട് പക്ഷെ വീട്ടിൽ നാഥനില്ലാത്ത അവസ്ഥ എന്ന് പറയുമ്പോൾ രാഷ്ട്രമുണ്ട്, ആ ആ ഒരു നാഥന്റെ ആ ഒരു പൊട്ടൻസി കിട്ടുന്നില്ല. കാര്യം എന്താണ്? ഭഗവാന്റെ കൃപയില്ല.
ഭഗവാനെ പറ്റി മനസ്സിലാക്കാതെ നേരെ ചൊവ്വേ പഠിക്കാതെ ഭഗവത്ഗീത എത്ര ശ്ലോകങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. ഭാഗവതം എത്ര ശ്ലോകങ്ങളുണ്ടെന്ന് പഠിച്ചിട്ട് ഇതൊക്കെ ഹിന്ദു എന്ന് പറഞ്ഞ് ജന്തുവായി മാറുവാണ്. പിന്നെ എന്തിനീ ഈ മതത്തെ ഉദ്ധരിക്കാനായിട്ട് നടക്കുന്നു? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മളെങ്കിലും ശ്രദ്ധിക്കണം. എന്താണ് ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആചാര്യന്മാർ പറഞ്ഞു ചെയ്ത് മതത്തെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് രാഷ്ട്രം ഉദ്ധരിക്കാൻ പോകുക. കൃത്യമായിട്ട് നമ്മളുടെ മതത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ ഇപ്പൊ ഈ കുംഭമേളയിൽ ഈ 30 കോടി ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ടല്ലേ. ഇതെല്ലാം ഈ സനാതന ധർമ്മത്തിൽ ആകർഷ്ടരായിട്ട് വന്നിരിക്കുന്നവരാണ്. ആ വന്നിരിക്കുന്നവരൊക്കെ തന്നെ എന്താണ് ഈ മതത്തെ പറ്റി പഠിച്ചിട്ടാണ് അവർ വരുന്നത്. വിദേശികൾക്ക് പഠിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പഠിച്ചുകൂടാ? അവർ സംസാരിക്കുന്നത് വിദേശികൾക്ക് പഠിക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പഠിച്ചുകൂടാ? എന്തുകൊണ്ട് നമ്മൾ ഇതിന് ശ്രമിക്കുന്നില്ല? നമുക്ക് ഈ 24 hours ഉണ്ട്, എല്ലാവർക്കും 24 hours ആണ്. പക്ഷെ നമുക്ക് ഒരുതർക്കും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ചെലവാക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അപ്പൊ അത് നമ്മളെ സ്വന്തമായിട്ട് നമ്മളെ നന്നാക്കുക, അതിനുശേഷം നമ്മുടെ വീട്ടിലുള്ളവരെ നന്നാക്കുക, അതിനുശേഷം നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങുക. നമ്മൾ ഒരാളോടെങ്കിലും ഭഗവാനെ പറ്റി പറയുക. നമ്മുടെ അടുത്ത് വരുന്ന തിരിച്ച് കടിക്കില്ലാത്ത ഒരാളോടെങ്കിലും ഭഗവാന്റെ കാര്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക. അങ്ങനെ എന്ത് ചെയ്തു? അവര് എപ്പോഴെങ്കിലും നമ്മുടെ അടുത്തേക്ക് വരും. നമുക്ക് ഭഗവാൻ ഒരു സാഹചര്യം തരും അല്ലെ, ഒരാളെ പറ്റി നമ്മൾ പറയുക, വീണ്ടും വീണ്ടും ഭഗവാന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് അതിന്റെ ഹെൽപ്പ് തരും. നമുക്ക് പറയാൻ ഇപ്പൊ പ്രഭു എന്നോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ പറയാനോ ഇല്ല എന്ന് പറഞ്ഞില്ലേ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത് പ്രഭു. നമ്മൾ വളരെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സത്സംഗത്തിലേക്ക് കൊണ്ടേ ആക്കി കൊടുത്താൽ മതി. നമ്മൾ അത്രയും ചെയ്താൽ മതി. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരെങ്ങനെയുള്ള ആ കാറ്റഗറിയാണെന്ന് പഠിച്ചതിന് ശേഷം നമ്മൾ വളരെ സാവധാനത്തിൽ അവരോട് എല്ലാം കൂടെ ഒറ്റയടിക്ക് പറയുകയല്ല, പേടിപ്പിക്കുകയല്ല വേണ്ടത്. വളരെ സാവധാനത്തിൽ ഇങ്ങനെയൊക്കെ ഒരു സംരംഭമുണ്ട്, നിങ്ങൾ കേൾക്കൂ, നിങ്ങൾ നന്നാവൂ എന്ന് പറഞ്ഞ് അവരെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് നമ്മൾ ഇപ്പൊ ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ കാര്യങ്ങൾ ഭഗവാൻ എന്റെ അറേഞ്ച്മെന്റ്സ് ചെയ്യും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നും മെനക്കെടേണ്ട ആവശ്യമില്ല. നമ്മളുടെ ആരുടെയും കഴിവല്ല അത്, ഭഗവാന്റെ കഴിവാണ്. നമ്മൾ ചെറിയ പ്രയത്നം മാത്രം ചെയ്താൽ മാത്രം മതി. അപ്പൊ സ്വല്പം അല്പസ്യ ധർമ്മസ്യ ത്രായതവും മഹതോ ഭയാൻ, മഹാഭയങ്ങളിൽ നിന്ന് വരെ രക്ഷ നേടും. നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് സ്വല്പം അല്പമെങ്കിലും പറ്റിയൊരു സേവനം ചെയ്യൂ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെയെങ്കിലും ചെയ്തിട്ട് കൃഷ്ണാബോധത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും നേരം എന്നെ സഹിച്ചതിൽ ഒരുപാട് താങ്ക്സ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആരെങ്കിലും ഹർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവരുടെയും പാതാരങ്ങളിൽ പ്രണമിച്ചുകൊണ്ട്. വെറുതെ ഇതാവരുത്. അല്ല പ്രഭു, ചില എന്തെങ്കിലും പറഞ്ഞത് ചിലപ്പം കഴിഞ്ഞ പ്രാവശ്യം പോലെ എനിക്ക് അത് കാരണം ഒരു പേടിയാണ്, അതുകൊണ്ടാണ്. ഇത് ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മള് 100 പേരെ എടുക്കുമ്പോ 100 പേരും ശരിയായുള്ളവരുണ്ടാവും. അപ്പം അതുകൊണ്ട് പ്രഭു ഞാൻ ഒരു സംഘടനയുടെ കാര്യം ആ സംഘടനയില് രാജേഷ് നാദാപുരം എന്ന് പറയുന്ന അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളൊന്ന് കേൾക്കണേ. ഞാൻ കേട്ടിട്ടുണ്ട് പ്രഭു. രാജേഷ് നാദാപുരം അത് ഗ്രേറ്റ് ആണ്. ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നല്ല വ്യക്തികളും ഉണ്ട്. അതുപോലെ ചില വ്യക്തികള് ഈ ബൗദ്ധിക എടുത്ത സമയത്ത് ഞാൻ കേട്ടതാണ് ഇങ്ങനെ ഉള്ള ചില കാര്യങ്ങൾ. അതായത് ഈ തീരെ ഭഗവാനിലൊരു വിശ്വാസം കൊടുക്കാതെ. അതുണ്ടാവും. ഈ മനുഷ്യന്റെ ഒരു കാര്യമാണല്ലോ അത്. ഈ പറഞ്ഞ ചിലർക്ക് ഇപ്പൊ ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്, എന്റെ ഫാദർ ഒരു ക്ഷേത്രത്തിലും പോകത്തില്ല, ഒരു അമ്പലത്തിലും പോകത്തില്ല.